आपका आत्मिक पहचान क्या है? സ്വർഗം നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ത് പേരിലാണ്? स्वर्ग आपको किस पहचान में पहचानता है? സ്വർഗം എന്ത് പരിചയത്തിലാണ് നിങ്ങളെ തിരിച്ചറിയുന്നത്? स्वर्ग जब आपको देखता है, आपके व्यक्तिगत जीवन की कौन सी पहचान स्वर्ग स्थानों में प्रकट की जाती है? സ്വർഗം നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിലുള്ള എന്താണ് സ്വർഗം എനിക്കിവനെ ഇത്തരത്തിൽ അറിയാമെന്ന് ഏറ്റുപറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണ്? Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. प्रभु हमारे व्यक्तिगत जीवन के साथ में इस स्थान को एक अद्भुत आत्मिक आग के जलते हुए घेरे में ले आया है. കർത്താവ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നിയുടെ മണ്ഡലത്തിലേക്കാണ്. ഹല്ലേലൂയ. कितने लोग चाहते हैं ये आग केवल इस स्थान के लिए ना रहे, इतना पर ये मेरा आग पूरे भारत में जलने चाहिए. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ തീ ഈ സ്ഥലത്ത് നിൽക്കാനുള്ളതല്ല, ഭാരതത്തിൽ മുഴുവനും ഇത് കത്താനുള്ളതാ? क्योंकि परमेश्वर की ओर से आने वाली आग मनुष्य के जीवन के लिए सीमित नहीं होती, क्योंकि वो केवल आग नहीं, पर वो परमेश्वर हमें उस आग का सोता बनाते हैं. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്നും വരുന്ന തീ അത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ അതിന്റെ ഒരു സ്രോതസ്സായി മാറുകയാണ്. कितने लोग विश्वास करते हैं आप अपने व्यक्तिगत जीवन के दर्शन में पाए जाते हैं, पर ये दर्शन अब केवल आपके लिए नहीं, पर ये दर्शन भारतवर्ष के लिए है. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട് ദൈവം വ്യക്തിപരമായ ദർശനത്തെ നിങ്ങൾക്ക് തരുന്നു, എന്നാൽ ഇത് ഭാരതദേശത്തിന് വേണ്ടിയുള്ള ദർശനമാണ്. परमेश्वर अपने व्यक्तिगत जीवन में जिस दर्शन में आपको रखा है, उस स्थान के लिए परमेश्वर ने आपको ठहराया हुआ है. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ദർശനത്തിന് വേണ്ടി ഒരു സ്ഥലത്ത് ദൈവം നിങ്ങളെ നിർത്തിയിരിക്കുകയാണ്. कितने लोग विश्वास करते हैं आप केवल बुलाए हुए नहीं हैं, पर आप ठहराए हुए हैं. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ വിളിച്ചത് മാത്രമല്ല, നിങ്ങളെ നിലനിർത്തിയിരിക്കുകയാണ്? बुलाए हुए लोग बहने वाले जल के समान होते हैं. വിളിച്ചവർ എങ്ങനെയാണെന്ന് അറിയാമോ? ഒഴുകുന്ന നദിയെ പോലെയാണ്. पर ठहराए हुए लोग उस जल की धारा के समान होते हैं. പക്ഷേ ദൈവം നിലനിർത്തിയിരിക്കുന്ന മനുഷ്യർ അവര് മുമ്പോട്ട് പൊങ്ങി വരുന്ന ജീവജലത്തിന്റെ നദി പോലെയാണ്. भारतवर्ष अब बहती हुए जल को नहीं, पर उसके सोते को अब परमेश्वर की योजना में प्रकट करने जा रहा है. ഭാരതദേശത്തിൽ ഒഴുകുന്ന ഒരു നദിയല്ല, മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു സ്പ്രിംഗ് പോലെയാണ്. आप में से बहुत से लोग अब आने वाले समय में केवल बहते हुए जल की धारा के मानिंद नहीं, पर उस सोते में परिवर्तित होकर उस परमेश्वर की योजना को अपने जीवन के द्वारा बहने के लिए सोर्स बन रहे हैं. നിങ്ങളിൽ പലരെയും ദൈവം ഒരു സ്രോതസ്സായി കാണുകയാണ്. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളിലൂടെ ഒഴുകിച്ചെന്ന് അനേകരിലേക്ക് അനുഗ്രഹം വരുവാനിടയാകണം. आप तक अपने अपनी सेवा को, परमेश्वर की योजना को जानने के लिए उन बातों को अपने जीवन में पाया होगा. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ചിലത് മനസ്സിലാക്കുവാൻ ദൈവം ഇത് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. पर अब समय आ चुका है എന്നാൽ സമയം വന്നു सेवा करने का नहीं, ഇപ്പോൾ ശുശ്രൂഷ ചെയ്യാനല്ല, सेवा करने का नहीं, ശുശ്രൂഷ ചെയ്യാനല്ല, अब परमेश्वर हमसे सेवा करवाएगा. ഇപ്പോൾ ദൈവം നമ്മളിലൂടെ ചില ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കും. यीशु मसीह के द्वारा 5 प्रकार की सेवाएं हमें दी गई है. 5 തരത്തിലുള്ള ശുശ്രൂഷകന്മാർ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മുഖാന്തരം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു. और बहुत से लोग उस 5 प्रकार की सेवाओं में उपयोग में आ रहे हैं. परमेश्वर उनको उस स्थान में योग्यता में खड़ा किया है. ഒത്തിരി ആൾക്കാരെ 5 തരത്തിലുള്ള ശുശ്രൂഷയില് ദൈവം ഉപയോഗിക്കുന്നു. पर समय आ चुका है. എന്നാൽ സമയം വന്നിരിക്കുന്നു. 5 प्रकार की सेवाएं हमारे जीवन में पाई जाती है. 5 തരത്തിലുള്ള ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകടമാണ്. पर ये 5 प्रकार की सेवाएं जिनके व्यक्तिगत पहचान के द्वारा दी जाती है, वो यीशु मसीह के जीवन को अब प्रकट करने का समय है. ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലൂടെ വ്യാപരിക്കേണ്ടുന്ന സമയമാണ്. भारत को सेवाओं से बढ़कर परमेश्वर के व्यक्तिगत जीवन के प्रकाश को चाहिए. ചില ശുശ്രൂഷകൾ മാത്രമല്ല, യേശുവിന്റെ ജീവൻ തന്നെ ഒഴുകുന്നതാണ് മനുഷ്യർക്ക് ഇപ്പോൾ വേണ്ടുന്നത്. भारत ने सेवा को देखा है. ഭാരതം ശുശ്രൂഷകൾ കണ്ടു. भारत
ശുശ്രൂഷകളും അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. पर अब समय है എന്നാൽ ഇപ്പോൾ സമയം വന്നു सेवाओं से बढ़कर ശുശ്രൂഷകൾക്കപ്പുറം मसीह के स्वभाव को, യേശുവിന്റെ സ്വഭാവം, मसीह के जीवन को, യേശുവിന്റെ ജീവൻ, मसीह की चाल चलन को യേശുവിന്റെ നടപ്പ് भारत वर्ष में अपनी कलीसिया के द्वारा भारत के सामने प्रकट किया जाए. ഭാരതദേശത്തിൽ തന്റെ സഭ മുഖാന്തരം യേശു വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. अपना हाथ उठाकर कहे प्रभु കരങ്ങൾ ഉയർത്തി പറഞ്ഞ सेवाओं से ശുശ്രൂഷകൾക്കപ്പുറം मेरे व्यक्तिगत जीवन को എന്റെ ജീവിതത്തിൽ നിന്ന് उस ऊंचाई में उठाइए ഉയരങ്ങളിലേക്ക് കയറ്റണമേ. जहां അവിടെ നിന്ന് यीशु के समान യേശുവിനെ പോലെ मेरा जीवन बोलना शुरू करे. എന്റെ ജീവിതം സംസാരിച്ചു തുടങ്ങണം. एक दूसरे को छू कर कहे आज के बाद അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് പറ, यीशु ഇന്ന് का മുതൽ नाम, യേശുവിന്റെ നാമം, यीशु के द्वारा യേശുവിലൂടെ होने वाले कामों ചെയ്യുന്ന പ്രവർത്തികൾ उससे बढ़कर അതിലും വലുത് हमारा जीवन എന്റെ ജീവൻ एक नए उजियाले को प्रकट करे. ഒരു പുതിയ പ്രകാശത്തെ വെളിപ്പെടുത്തും. हालेलुया, हालेलुया. ഹല്ലേലൂയ. परमेश्वर ने हमें यहाँ एक दर्शन के साथ भेजा है. ഒരു ദർശനത്തോടെയായി എന്നെ ദൈവം ഇവിടെ അയച്ചിരിക്കുന്നു. बिना दर्शन के हम परमेश्वर की आवाज को नहीं ला सकते. ഒരു ദർശനമില്ലാതെ ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരുവാൻ എനിക്ക് पर आज കഴിയില്ല. परमेश्वर हमारे व्यक्तिगत जीवन में उस सत्य को लाए. ഇന്ന് ആ സത്യം എന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്നു. परमेश्वर सबसे पहले हमें अपने दर्शन के द्वारा उस सत्य में खड़ा करना चाहता है जहां हमारा देखना परिवर्तित हो जाए. നാം കാണുന്ന കാര്യങ്ങൾ ഒരു വ്യത്യസ്ത നിലവാരത്തിൽ കാണേണ്ടതിന് നമുക്ക് ദർശനം നൽകി നമ്മുടെ കണ്ണുകളെ തുറന്ന് നമുക്ക് മനസ്സിലാക്കൽ തരുന്ന ദൈവമാണ്. इस सेमिनार के बाद में ഈ സെമിനാർ കഴിഞ്ഞ് क्या परिवर्तन होने वाला है? എന്ത് രൂപാന്തരമാ സംഭവിക്കാൻ പോകുന്നത്? आप यहाँ से किस बदलाव को लेकर जाने वाले हैं? എന്ത് രൂപാന്തരം കൊണ്ടാ പോകാൻ പോകുന്നത്? आपके व्यक्तिगत जीवन की पहचान कहां पर जाने वाली है? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലകത്ത് എന്ത് രൂപാന്തരം വരും? हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. आप जब आए आपके व्यक्तिगत जीवन को शारीरिक रीति से परमेश्वर की कलीसिया, परमेश्वर के लोग आपको जानते हैं. നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ശാരീരികമായി നിങ്ങൾ ആര്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ മേൽവിലാസം ഭൗതികമായി മറ്റുള്ള മനുഷ്യർക്ക് അത് അറിയാം. पर अब समय आया है എന്നാൽ ഇപ്പോൾ സമയം വന്നിരിക്കുന്നു शारीरिक संसार के साथ में ഈ ലോകപരമായി ഭൗതികമായി परमेश्वर के लोगों के बीच में, ദൈവജനത്തിന്റെ നടുവിൽ इस संसार में ഈ ലോകത്തിൽ जो आपकी पहचान है നിങ്ങളെ കുറിച്ചുള്ള അറിവുകൾ उससे बढ़कर, അതിലും വലുത്, उससे बढ़कर അതിലും വലുത്, उस ऊंचाई में ആ ഉയരങ്ങളില് जहां आत्मिक संसार, അവിടെ ഈ ആത്മമണ്ഡലം, परमेश्वर का राज्य അവിടെ ദൈവത്തിന്റെ രാജ്യം आपकी पहचान को നിങ്ങളുടെ പരിചയത്തെ एक नए नाम से, ഒരു പുതിയ പേര്, एक नई समझ से ഒരു പുതിയ മനസ്സിലാക്കൽ आज के बाद ഇന്ന് കഴിഞ്ഞ് आप में से बहुत से लोग നിങ്ങളിൽ ഒത്തിരി പേര് केवल प्रेरित नहीं, നിങ്ങൾ ഒരു അപ്പോസ്തലൻ केवल മാത്രമല്ല, भविष्यवक्ता नहीं, ഒരു പ്രവാചകൻ മാത്രമല്ല, केवल एवेंजलिस्ट नहीं, ഒരു ഇവാഞ്ചലിസ്റ്റ് മാത്രമല്ല, केवल पास्टर्स नहीं, ഒരു പാസ്റ്റർ മാത്രമല്ല, परमेश्वर आपको एक आत्मिक पहचान देने जा रहा है. ദൈവം നിങ്ങൾക്ക് ഒരു ആത്മീക മേൽവിലാസം പരിചയം തരികയാണ്. और जब परमेश्वर आपको आत्मिक पहचान देता है तो അങ്ങനെ ഒരു ആത്മീയ പരിചയം നിങ്ങൾക്ക് തരുമ്പോൾ आपके व्यक्तिगत जीवन के साथ में आत्मिक योजनाओं के द्वारा उन कार्यों को घटित होने देता है. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അത് നിറവേറുവാൻ അത് മുഖാന്തരം സാധ്യമായി തീരുകയാണ്. इन सेमिनारीज में ഈ ഒരു സെമിനാറിൽ आपके व्यक्तिगत जीवन के साथ में നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ परमेश्वर ऐसे आत्मिक एनकाउंटर्स को घटित करने जा रहे हैं. അങ്ങനെയുള്ള ചില ആത്മീക ഏറ്റുമുട്ടലുകൾ ദൈവം നിങ്ങൾക്ക് നൽകും. और वो एनकाउंटर्स आपके व्यक्तिगत जीवन के साथ इसलिए होंगे, എന്തുകൊണ്ടാണ് ആ ഏറ്റുമുട്ടലുകൾ? आत्मिक संसार के साथ आपकी मुठभेड़ इसलिए होगी ആത്മമണ്ഡലവുമായി നിങ്ങൾ കണ്ടുമുട്ടുന്നത് എന്തുകൊണ്ട്? जिससे कि आप परमेश्वर को जाने. इतना ही नहीं, നിങ്ങൾ യേശുവിനെ അറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, पर आत्मिक संसार आपको जानने लगे. ആത്മമണ്ഡലം നിന്നെ തിരിച്ചറിയേണ്ടതിന്. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. बोल
मसीह के जय। कितने लोग तैयार हैं आपके व्यक्तिगत जीवन को आत्मिक संसार जानने और पहचानने लगे? നിങ്ങളിൽ എത്ര പേര് അതിന് തയ്യാറാണ്? നിങ്ങളെ സ്വർഗം തിരിച്ചറിയണം. स्वर्ग आपको शारीरिक भाग में प्रभु की कलीसिया के बीच में आपका जो पहचान है उस पहचान से नहीं जानता. സ്വർഗം നിങ്ങൾക്ക് ഈ ഭൂമിയില് അല്ലെങ്കിൽ ഇവിടെയുള്ള സഭയുടെ നടുവിലുള്ള ആ പരിചയം വെച്ചല്ല നിങ്ങളെ അറിയുന്നത്. पर परमेश्वर ने हमारे लिए जिस स्थान को, जिस योग्यता को हम जब परमेश्वर की योजना में परमेश्वर की इच्छा के अनुसार पाए जाते हैं तो उस पहचान में आत्मिक संसार हमें प्रकट करता है. എന്നാൽ എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, അങ്ങനെ ഒരു പേര് സ്വർഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. हालेलुया, 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 हालेलुया. अपने व्यक्तिगत जीवन में जिस दर्शन में आप पाए जाते हैं, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? पर समय आ चुका है. സമയം വന്നിരിക്കുന്നു. आपके व्यक्तिगत जीवन में നിങ്ങളുടെ വ്യക്തിപരമായ कुछ अद्भुत ജീവിതത്തിൽ होने जा रहा है. ചിലത് ദൈവം ചെയ്യാൻ പോകുകയാണ്. अपने पास जो भी व्यक्ति बैठा है उसको छू कर कहें आपके जीवन में अद्भुत होने जा रहा നിങ്ങളുടെ है. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് പറ, ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. हालेलुया, हालेलुया, हालेलुया. हालेलुया. अपने साथ बैठे हुए व्यक्ति को कहें प्रभु में मैं तुझे आशीष देता हूँ. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് പറ. आज के बाद ഇന്ന് കഴിഞ്ഞ് हमारी पहचान നമ്മുടെ പരിചയം इस संसार में ही नहीं ഈ ലോകത്തിൽ മാത്രമല്ല, पर आत्मिक संसार में पाई എന്നാൽ जाए. ആത്മമണ്ഡലത്തിലും അറിയപ്പെടട്ടെ. हालेलुया, हालेलुया, हालेलुया. हालेलुया. कितने लोग तैयार हैं परमेश्वर हमारे जीवन के साथ में उस आत्मिक योजना को घटित करे? आमीन. हालेलुया. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യട്ടെ. परमेश्वर का पुत्र यीशु मसीह जब इस संसार में आया, ദൈവത്തിന്റെ പുത്രൻ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ इजरायली परमेश्वर की प्रजा उसके लिए एक मसीहा के रूप में उसे आते हुए देख रही थी. ഇസ്രായേൽ മക്കൾ എന്താണ് കണ്ടത്? മശിഹ ഇതാ അവരിലേക്ക് വരുന്നു. पर जब मसीहा आया എന്നാൽ ഇവിടെ വന്നപ്പോൾ, तब वो उसे पहचान नहीं पाए. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇസ്രായേൽ മക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. पर जो इजरायली नहीं जान पाए, എന്നാൽ ഇസ്രായേൽ മക്കൾ ഇത് അറിയാതിരുന്നപ്പോൾ, जो शारीरिक रीति से परमेश्वर की प्रजा है वो नहीं जान पाए. സ്വാഭാവികമായി ശാരീരികമായി ദൈവത്തിന്റെ ജനം യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. पर आत्मिक संसार यीशु को जानता था. എന്നാൽ ആത്മമണ്ഡലം യേശുവിനെ തിരിച്ചറിഞ്ഞു. हालेलुया, हालेलुया, हालेलुया. हालेलुया. और आत्मिक संसार जब यीशु को जानता है, आत्मिक संसार उसे उसी पहचान में पहचानता भी है. ആത്മമണ്ഡലം നമ്മെ അറിയുന്ന അതേ ആ അറിവിലാണ് നമ്മോട് ഇടപെടുന്നത്. आपकी आत्मिक पहचान क्या है? നിങ്ങളുടെ ആത്മീക പരിചയം എന്താണ്? आपका आत्मिक पहचान क्या है? സ്വർഗം നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ത് പേരിലാണ്? स्वर्ग आपको किस पहचान में पहचानता है? സ്വർഗം എന്ത് പരിചയത്തിലാണ് നിങ്ങളെ തിരിച്ചറിയുന്നത്? स्वर्ग जब आपको देखता है, आपके व्यक्तिगत जीवन की कौन सी पहचान स्वर्ग स्थानों में प्रकट की जाती है? സ്വർഗം നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളിലുള്ള എന്താണ് സ്വർഗം എനിക്കിവനെ ഇത്തരത്തിൽ അറിയാമെന്ന് ഏറ്റുപറയുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ അതെന്താണ്? आप जो यहाँ बैठे हैं, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്, आप जो यहाँ मौजूद हैं, നിങ്ങൾ ഇവിടെ ഉണ്ട്. आपकी ये पहचान നിങ്ങളുടെ ഈ आत्मिक പരിചയം संसार के लिए ഇത് ആത്മമണ്ഡലത്തിന് വേണ്ടി उस योग्यता को प्रकट नहीं करती. ആ കാര്യം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വെളിപ്പെടുന്നില്ല. पर जब हम परमेश्वर की योजना में हमारे अपने व्यक्तिगत जीवन की पहचान को पाने से पहले ठहरा दिए गए हैं, उस पहचान में जब हम आते हैं, आत्मिक संसार हमें देखता, जानता, पहचानता और परमेश्वर की महिमा हमारे जीवन के द्वारा प्रकट करता है. ആമേൻ. എന്നാൽ ദൈവം ചിലതിനു വേണ്ടി നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്വർഗം നമ്മളെ തിരിച്ചറിയുന്ന ഒരു പേരുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പേരിൽ സ്വർഗം നിങ്ങളെ തിരിച്ചറിയുകയും അത് തന്നെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുകയും ചെയ്യും. वचन में उसका प्रमाण दिया गया है. അതാണ് ദൈവവചനത്തിൽ हम കാണുന്നത്. वचन को पढ़ेंगे. വചനത്തിലേക്ക് പോകാം. मत्ती
മത്തായിയുടെ സുവിശേഷം उसका 3रा अध्याय, 3-ാം അധ്യായം उसका 13 वचन, 3:13 और वचन में ऐसा लिखा है, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? उस समय यीशु गलील से नजरत यरदन के लिए के किनारे यूहन्ना के पास उससे बपतिस्मा लेने आया। അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ കരെ അവന്റെ അടുക്കൽ വന്നു. सब लोग बोले उस समय, എല്ലാരും പറഞ്ഞാട്ടെ, जोर से बोले उस समय। उस समय അനന്തരം यीशु मसीह के लिए जो समय ठहराया हुआ था, യേശുവിന് വേണ്ടി സ്വർഗം കൽപ്പിച്ചാക്കിയ സമയം. जब तक परमेश्वर ने हमारे लिए जिस समय को ठहराया नहीं, तब तक हम अपनी पहचान में पाए जाते हैं। എപ്പോൾ വരെ ദൈവം നമുക്ക് വേണ്ടി കണ്ടിരിക്കുന്ന നിയമിച്ചാക്കിയിരിക്കുന്ന സമയം വരുമോ, ആ സമയം വരെ ഭൗതികമായ പരിചയത്തിലാണ് നാം ജീവിക്കുന്നത്. 30 साल तक यीशु मसीह अपने परिवार में यूसुफ और मरियम के बेटे के रूप में जाना जाता था। 30 വയസ്സ് വരെ യോസഫിന്റെയും മറിയയുടെയും തച്ചന്റെ മകൻ എന്നുള്ള പരിചയത്തിൽ ആ പട്ടണത്തിൽ യേശു ജീവിച്ചു. पर वचन ऐसा कहता है, എന്നാൽ വചനം പറയുന്നു, उस समय, അനന്തരം ठहराया हुआ समय जब आया, ദൈവം നിയമിച്ചാക്കിയ സമയം വന്നപ്പോൾ, हालेलुया, ഹല്ലേലൂയ, हाथ उठाकर कहे मेरी पहचान നമ്മുടെ കരങ്ങൾ ഉയർത്തി പറയാം, एक लंबे समय से, എന്റെ പരിചയം एक लंबे समय से ഒരു നീണ്ട കാലമായി मेरे पास एक पहचान थी, എന്റെ കയ്യിൽ ഒരു പരിചയം ഉണ്ടായിരുന്നു. मैं उस पहचान में था, എല്ലാവരും എന്നെ അങ്ങനെയാണ് हम അറിഞ്ഞത്. उस पहचान में थे, ഞാൻ ആ പരിചയത്തിൽ നിലനിന്നു. पर समय आ चुका है, പക്ഷേ സമയം വന്നിരിക്കുകയാണ്. time is coming, സമയം വന്നിരിക്കുന്നു. ये सेमिनार ഈ സെമിനാർ वो समय बन जाए, ആ സമയമായി മാറട്ടെ. अपने व्यक्तिगत जीवन के लिए कहें ये सेमिनार നമ്മുടെ ജീവിതത്തോട് പറ, वो समय बन जाए ആ ദൈവം നിയമിച്ച जहां സമയമായി परमेश्वर ദൈവം എന്നെ, मेरी एक नई पहचान को प्रकट कर सके। എൻ സ്വർഗം എന്നെ തിരിച്ചറിയുന്ന ആ അറിവിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തുന്ന സമയമായി മാറട്ടെ. हालेलुया, ഹല്ലേലൂയ, प्रेज द लॉर्ड। പ്രൈസ് ദി ലോർഡ്. यीशु मसीह से पहले कभी यरदन को नहीं गया था। യേശു ഇതിനു മുൻപ് യോർദാൻ പോയിട്ടില്ല. यीशु मसीह उससे पहले कभी यूहन्ना के बारे में नहीं सुना था। ഇതിനു മുൻപ് യോഹന്നാനെ കുറിച്ച് യേശു കേട്ടിട്ടില്ല. पर यीशु मसीह के व्यक्तिगत जीवन के लिए जिस समय को ठहराया था, यीशु अपने स्थान से चलना शुरू किया। എന്നാൽ ദൈവം നിയമിച്ചാക്കിയ സമയം വന്നപ്പോൾ താൻ ആയിരിക്കുന്ന പരിചയത്തിനകത്തുനിന്ന് താൻ മുൻപോട്ട് സഞ്ചരിക്കുകയാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. पहचान उसकी बदलती है जो अपने स्थान को छोड़ने के लिए तैयार है। ആരുടെയാണ് പരിചയത്തിനകത്ത് വ്യത്യാസം വരുന്നത്? നിന്റെ സ്ഥാനം വിട്ട് മുൻപോട്ട് സഞ്ചരിക്കാൻ നീ തയ്യാറാണോ? जो अपने स्थान में रुका रहेगा वो अपनी पहचान में ही रहेगा। നിന്റെ സ്ഥാനത്ത് തന്നെ നീ നിലനിന്ന് കഴിഞ്ഞാൽ, അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ പരിചയത്തിനകത്ത് വ്യത്യാസം पर ഉണ്ടാകത്തില്ല. जो स्थान छोड़कर चलना चाहता है, परमेश्वर उसकी पहचान को बदलने के लिए उस योजना से उसे भेंट कराता है। എന്നാൽ നിനക്ക് പരിചയമുള്ള ചിലതിനെ വിട്ട് മുൻപോട്ട് സഞ്ചരിക്കാൻ നീ തയ്യാറാകുമ്പോൾ സ്വർഗം നിന്നെ അറിയുന്ന ആ ഒരു പരിചയത്തിലേക്ക് നിന്നെ ഉയർത്തുവാൻ തയ്യാറാകുന്നു. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. कितने लोग कह सकते हैं हम उठने के लिए तैयार हैं, എത്ര പേര് പറയും ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാണ്, मैं चलने के लिए तैयार हूं? ഞാൻ പുറത്തിറങ്ങാൻ തയ്യാറാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. यीशु मसीह अपने घर से निकले, യേശു തന്റെ വീട് വിട്ടിറങ്ങി. अपने माता पिता के जीवन और परिवार की पहचान से वो निकले। തന്റെ അപ്പനും അമ്മയോടുമുള്ള പരിചയത്തിനകത്തുനിന്ന് താൻ പുറത്തേക്ക് ഇറങ്ങി. परिवार के बीच में यीशु सबसे अच्छा बेटा था। തന്റെ കുടുംബത്തിന്റെ അകത്ത് ഏറ്റവും നല്ല മകൻ എന്ന് താൻ അറിയപ്പെട്ടു. प्रभु के लोगों की दृष्टि में आप अच्छे प्रचारक, अच्छे सेवक हो सकते हैं। ദൈവജനത്തിന്റെ നടുവിൽ നല്ല ഒരു സുവിശേഷകൻ, നല്ല ഒരു ഇടയൻ എന്നൊരു പരിചയം നിനക്കുണ്ട്. आप प्रभु के लोगों की दृष्टि में अच्छे प्रभु के दास हैं। ദൈവത്തിന്റെ മനുഷ്യർ നിന്നെ കുറിച്ച് പറയുമ്പോൾ നീ ഒരു നല്ല ശുശ്രൂഷകൻ എന്ന് നിന്നെ കുറിച്ച് അവർ പറയും. प्रभु के लोगों के बीच में आपकी सेवा के बारे में, आपके व्यक्तिगत जीवन के बारे में परमेश्वर ने जो बातों को घटित किया उसकी गवाही दी जा सकती है। നിങ്ങളുടെ ജീവിതത്തിലൂടെ ഇന്ന് വരെ ദൈവം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു നല്ല സാക്ഷ്യം പലരും എടുത്തു പറയുന്നുണ്ട്. पर ये हमारी सच्ची गवाही नहीं है। എന്നാൽ സ്വർഗം എനിക്ക് തന്നിരിക്കുന്ന ശരിക്കുള്ള പരിചയമല്ല ഇത്. ये हमारे लिए लक्ष्य नहीं है। അത് നമ്മുടെ ലക്ഷ്യസ്ഥാനമല്ല. അവിടെ കൊണ്ട് നിന്ന്
കടന്നു പോകരുതേ. खड़े होकर कहे प्रभु मेरा लक्ष्य मुझे मिल जाए. ഒന്ന് എഴുന്നേറ്റ് നിന്ന് പറയുമോ, Stand in our ദൈവമേ faith. സ്വർഗം എന്നെ വിളിക്കുന്ന പേരിലേക്ക് हाथ ഒന്ന് उठाकर कहे വളരുവാൻ, प्रभु मेरा ഒന്ന് लक्ष्य मुझे पाना है. എഴുന്നേൽക്കുവാൻ. എന്റെ വിളി ദൈവമേ, സ്വർഗം എനിക്കിട്ടിരിക്കുന്ന പേര് എനിക്കൊന്ന് കേൾക്കണം. हमारे द्वारा परमेश्वर अद्भुत सेवा को ले रहा है. നമ്മളിലൂടെ ദൈവം ചിലതും ചെയ്യുന്നുണ്ട്. पर ये समय है പക്ഷേ സമയം വന്നു, अब परमेश्वर कुछ अद्भुत करने जा रहा है. ദൈവം ചില അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. हालेलुया. ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. यीशु जब अपने परिवार के बीच में था യേശു തന്റെ ഭവനത്തിന്റെ നടുവിലായിരുന്നപ്പോൾ तो उसके जीवन की गवाही केवल उस परिवार, उस गांव और उस शहर तक सीमित थी. തന്റെ കുടുംബത്തിലെ തന്റെ ചാർച്ചക്കാരുടെ ഇടയില് തന്റെ പട്ടണത്തിൽ മാത്രം യേശു അറിയപ്പെട്ടു. पर जब यीशु उस स्थान से निकला എന്നാൽ ആ സ്ഥലം വിട്ട് യേശു ഇറങ്ങിയപ്പോൾ और परमेश्वर की योजना में जब वो आगे बढ़ने लगा, ദൈവത്തിന്റെ ആ പദ്ധതിക്കകത്ത് താൻ മുൻപോട്ട് കാലുകൾ വെച്ചപ്പോൾ अब ये गवाही एक घर तक सीमित नहीं थी, ഇപ്പോൾ ഇതാ ഒരു ഭവനത്തിന്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന एक गांव तक सीमित नहीं थी, അത് ഒരു 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 आपके शहर तक सीमित नहीं रहेगी, ഒരു പട്ടണത്തിനകത്ത് നിൽക്കുന്നതല്ല, आपके राज्य तक सीमित नहीं रहेगी, നിങ്ങളുടെ ദേശത്ത് ഒതുങ്ങുന്നതല്ല, आपके व्यक्तिगत जीवन के स्थान तक सीमित नहीं रहेगी. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പരിധികളിൽ നിൽക്കുന്നതല്ല, आप किसी घर के लिए गवाही बनने के लिए नहीं है. നിങ്ങളുടെ സ്ഥാനത്ത് മാത്രം ഒരു അതിശയമായി തീരുവാനല്ല, हम किसी गांव और शहर के लिए गवाही ठहरने के लिए नहीं है. ഒരു ഗ്രാമത്തിൽ ഒരു പട്ടണത്തിൽ മാത്രം സാക്ഷ്യമുള്ളവനായി ജീവിക്കണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. हम यीशु मसीह के गवाह हैं നാം യേശുവിന്റെ और यीशु मसीह की गवाही केवल नजरत में नहीं थी, നാം യേശുവിന്റെ സാക്ഷികളാണ്. യേശു നസ്രത്തിൽ മാത്രം അറിയപ്പെട്ടവനായി ഒതുങ്ങി നിന്നില്ല. यीशु मसीह की गवाही केवल इजराइल के लिए सीमित नहीं थी. യേശുവിന്റെ സാക്ഷ്യം ഇസ്രായേലിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. यीशु मसीह की गवाही पूरे संसार के लिए पिता ने ठहराई थी. യേശുവിന്റെ സാക്ഷ്യം ഭൂമിയുടെ അറ്റത്തോളം പരന്നു. आज हमें अपने व्यक्तिगत जीवन की उस गवाही को पाना है. ഇന്ന് നമ്മുടെ വ്യക്തിപരമായ ആ സാക്ഷ്യത്തിലേക്ക് നാം ഒന്ന് ഉയരണം. हालेलुया. ഹല്ലേലൂയ. हाथ उठाकर कहें मेरी गवाही परिवार के लिए ही नहीं है, കരങ്ങൾ ഉയർത്തി പറഞ്ഞ എന്റെ സാക്ഷ്യം എന്റെ വീടിനകത്ത് ഒതുങ്ങി നിൽക്കാനല്ല, मेरी गवाही केवल गांव और शहर के लिए ही नहीं है, എന്റെ സാക്ഷ്യം എന്റെ ഗ്രാമത്തിനകത്തും പട്ടണത്തിനകത്തും ഒതുങ്ങി നിൽക്കുന്നതല്ല. मेरी गवाही केवल ഹല്ലേലൂയ. എന്റെ സാക്ഷ്യം എന്റെ പട്ടണത്തില്, എന്റെ ഗ്രാമത്തില്, എന്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. हमारी गवाही केवल सीमित स्थान के लिए नहीं है, നമ്മുടെ സാക്ഷ്യം ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്ത് ചുരുങ്ങി നിൽക്കുന്നതല്ല. यीशु मसीह के व्यक्तिगत जीवन की गवाही को परमेश्वर के ठहराए हुए समय में बदलने के लिए परमेश्वर ने जिस योजना को प्रकट किया, वही परमेश्वर आज हमारे लिए उस योजना को प्रकट करना चाहता है. യേശുവിന്റെ ജീവിതത്തിന് വേണ്ടി സ്വർഗം വെച്ചിരുന്ന പേരിലേക്ക്, സാക്ഷ്യത്തിലേക്ക് തന്നെ മുൻപോട്ട് നടത്തിയ സമയം, ഹല്ലേലൂയ, അങ്ങനെ ഒരു സമയത്തിൽ നാം വന്ന് നിൽക്കുകയാണ്. वचन उसका प्रमाण देता है. വചനം അത് പറയുന്നു. जब वो अपने व्यक्तिगत जीवन के स्थान को छोड़ा, തന്റെ വ്യക്തിപരമായ പരിചയത്തിന്റെ തലങ്ങളൊന്ന് വിട്ടപ്പോൾ वो कहीं भी दूसरे स्थान में नहीं पहुंचा, വേറെ ഒരു സ്ഥലത്തോട്ട് എത്തിയില്ല. वो उस स्थान पर पहुंचा जहां परमेश्वर उसे ले जाना चाहता है. അനന്തരം ദൈവമാക്കി വെച്ചിരുന്ന ഇടങ്ങളിലേക്ക് തന്നെ Can I tell you truth? क्या मैं आपको सत्य कहूं? ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. आप इस समय जहां हैं, आप जहां जुड़े हुए हैं, वो परमेश्वर की योजना के साथ में भेंट करने के लिए आपके व्यक्तिगत जीवन को अब समय को बदलने की बात है. നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതികൾ എന്തായിരിക്കുന്നുവോ ആ സ്ഥാനത്ത് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിലേക്കൊന്ന് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നിങ്ങൾ മുന്നേറും. बहुत से प्रभु के दास लोग यहाँ पर मौजूद हैं. ദൈവത്തിന്റെ ദാസന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. मैं आपको सच कहना चाहता हूँ, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ. परमेश्वर का आत्मा बहुत सी व्यक्तिगत बातों को प्रकट कर रहा है. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായ പല കാര്യങ്ങള് കാണിക്കുന്നു. हम व्यक्तिगत प्रोफेसिस में जाएंगे, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാം. पर आज हम परमेश्वर के उस योजना को अपने जीवन में पाएंगे.
हालेलुया, हालेलुया, हालेलुया। ഹല്ലേലൂയ. कितने लोग ऐसे विश्वास के साथ कह सकते हैं, हम आए नहीं, परमेश्वर हमें ले आया है। നമ്മൾ എത്ര പേര് പറയും, ഞാൻ വന്നതല്ല, ദൈവം എന്നെ കൊണ്ടുവന്നതാ. और परमेश्वर जिसे ले आता है, ദൈവം കൊണ്ടുവരുന്നവർ उसे परमेश्वर अपने स्थान में छोड़ता नहीं है, അവരുടെ സ്ഥലത്ത് ദൈവം അവരെ വെറുതെ കൈവിടത്തില്ല. पर परमेश्वर उसे आगे ले जाता है। ദൈവം അവനെ മുൻപോട്ട് കൊണ്ടുപോകും. यीशु अपने घर से निकला, യേശു തന്റെ വീട് വിട്ടിറങ്ങി. पर യോഹാन जहां पर था, जॉन जहां पर था, എന്നാൽ യോഹന്നാൻ സ്നാപകനായിരുന്ന ഇടം यीशु ने कभी नहीं सुना था कि यूहन्ना नामक कोई व्यक्ति पानी का बपतिस्मा दे रहा है। യേശു കേട്ടിട്ടില്ല യോഹന്നാന് അവിടെ ദേ സ്നാനം കൊടുക്കുന്നു. पर मैं आपको सच कहना चाहता हूं, ഞാനൊരു സത്യം പറഞ്ഞോട്ടെ, यीशु यहाँ वहां नहीं भटका। യേശു അവിടെയും ഇവിടെയും കറങ്ങി നടന്നില്ല. अपना हाथ उठाकर कहें, जो चुने हुए हैं, ദൈവം തിരഞ്ഞെടുത്തവർ, जो ठहराए हुए हैं, ദൈവം നിയമിച്ചാക്കിയവർ, वो इधर उधर भटकते नहीं हैं, അവർ അവിടെയും ഇവിടെയും കറങ്ങി നടക്കത്തില്ല. वो सही स्थान पर पहुंचते हैं। അവര് ശരിയായ സ്ഥാനത്ത് തന്നെ എത്തും. आप सही स्थान की ओर आगे बढ़ रहे हैं। നിങ്ങൾ ശരിയായ സ്ഥലത്തിലേക്ക് हाथ സഞ്ചരിക്കുകയാണ്. उठाकर कहें, पवित्र आत्मा परमेश्वर, പരിശുദ്ധാത്മാവേ ദൈവമേ, अब समय आ चुका है, സമയം വന്നിരിക്കുന്നു. हम वहां पहुंचे, ഞങ്ങൾ അവിടെ എത്തി. हम वहां पहुंचे ഞങ്ങൾ അവിടെ എത്തി. जहां प्रभु हमें देखना चाहता है। അവിടെ എന്നെ കാണാൻ ദൈവം ആഗ്രഹിച്ചു. हालेलुया। ഹല്ലേലൂയ. क्या आप कह सकते हैं कि प्रभु आपको वहां देखे जहां परमेश्वर ने आपको ठहराया है? ദൈവം എവിടെ നിന്നെ കാണാൻ ആഗ്രഹിച്ചു അവിടെ നീ എത്തിച്ചേർന്നു എന്ന് പറയാൻ പറ്റുമോ? ओ रबानी, हालेलुया, शांदाना मानस। ഹല്ലേലൂയ. ओ यीशु मसीह ने उस सत्य को अपने जीवन के साथ में जोड़ा। യേശു ആ സത്യം തന്റെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു. यूहन्ना केवल लोगों का बपतिस्मा देने के लिए नहीं था, യോഹന്നാൻ സ്നാപകൻ ആൾക്കാരെ സ്നാനപ്പെടുത്തുവാൻ വേണ്ടി മാത്രമുള്ള ആളായിരുന്നില്ല. यूहन्ना के जीवन का जो रियल मकसद था, वो लोगों को पानी का बपतिस्मा देना नहीं था। ആൾക്കാരെ ജലത്തിൽ സ്നാനപ്പെടുത്തുക എന്നൊരു കാര്യം മാത്രമായിരുന്നില്ല. पर परमेश्वर ने यूहन्ना को इसलिए ठहराया था कि वो यीशु मसीह की वो पहचान को प्रकट करने के लिए अपने आप को स्रोत बनाए। ആമേൻ. യോഹന്നാൻ സ്നാപകനെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ശുശ്രൂഷ യേശു കർത്താവിനെ സ്നാനപ്പെടുത്തി തന്റെ ശുശ്രൂഷയിലേക്ക് മുൻപോട്ട് അയക്കണം. Time is coming. സമയം വന്നു. समय आ चुका है। സമയം വന്നു. अब लोगों की आत्मिक पहचान को प्रकट करने के लिए प्रभु आपको सोर्स बनाएगा। ജനങ്ങളുടെ ആത്മീയ പരിചയത്തിലേക്ക് അവരെ ഉയർത്തുവാൻ ദൈവം നിങ്ങളെ വിളിക്കുക. यूहन्ना सामर्थ के कामों को करने वाला नहीं था। യോഹന്നാൻ സ്നാപകൻ വലിയ അത്ഭുതങ്ങൾ ചെയ്തവൻ यूहन्ना മാത്രമല്ല. के जीवन के द्वारा परमेश्वर ने किसी अद्भुत कार्य को घटित नहीं किया। യോഹന്നാൻ സ്നാപകന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ നിറഞ്ഞതാണെന്ന് പറയാനില്ല. परमेश्वर ने हमारे लिए जिस आत्मिक योजना को रखा है, हम उसी को परमेश्वर की योजना में प्रकट करें। ദൈവം എന്ത് ആത്മീയ പരിചയമാണോ എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് അതിലേക്ക് തന്നെ ഉയർന്നു വരുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. यूहन्ना अपने व्यक्तिगत जीवन में जब यीशु को देखता है, യോഹന്നാൻ സ്നാപകൻ തന്റെ ജീവിതത്തിൽ യേശു തന്റെ അടുക്കലേക്ക് വരുന്നത് കാണുമ്പോൾ समय आ चुका है। സമയം വന്നു. अब परमेश्वर जैसे हमको देखता है। ദൈവം എന്നെ എങ്ങനെ കാണുന്നുവോ, कितनी बहनें चाहती हैं कि परमेश्वर हमें जैसा देखता है वैसे वो बातें हमारे जीवन എത്ര में। സഹോദരിമാര് പറയും ദൈവം എന്നെ Jesus, കാണുന്നത് Jesus, പോലെ Jesus, Jesus. അങ്ങനെ रबानिया, എനിക്കൊന്ന് रबानिया, ഉയരണം. रबानिया, रबानिया। यूहन्ना उस सत्य को जानता था। യോഹന്നാൻ ആ സത്യം അറിയാമായിരുന്നു. दर्शन के भाग में जब यूहन्ना के साथ में उस आत्मिक मुलाकात को जब परमेश्वर ने किया, ആ ഒരു ആത്മമണ്ഡലത്തിൽ ഈ കാര്യങ്ങൾ യോഹന്നാൻ സ്നാപകനുമായി പരിശുദ്ധാത്മാവ് കൈമാറ്റം तब ചെയ്തപ്പോൾ यूहन्ना उस सत्य को कहते हैं യോഹന്നാൻ ആ സത്യം വിളിച്ചു പറയുകയാണ്. कि मैं यीशु मसीह को तब से नहीं जानता जब वो मेरे सामने आया, पर मैं यीशु मसीह को तब से जानता था जब वो किसी की कोख में हुआ करता था। യേശുവിനെ ഞാൻ അറിഞ്ഞത് യേശുവിന്റെ മുൻപിൽ സ്നാനപ്പെടുവാൻ വന്നപ്പോൾ മാത്രമല്ല, അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം മുതലേ എനിക്ക് യേശുവിനെ അറിയാമായിരുന്നു. यूहन्ना की आंखें लोगों की भीड़ को नहीं देख रही थी। യോഹന്നാന്റെ കണ്ണുകൾ തന്നിലേക്ക് വരുന്ന പുരുഷാരത്തിന്റെ മേലായിരുന്നില്ല. यूहन्ना के पास शहर से लोग जब उसके पास आते थे, യോഹന്നാന്റെ അടുക്കൽ പട്ടണത്തിൽ നിന്നും ജനം കൂട്ടം കൂട്ടമായി വരുന്നു. यूहन्ना उस चेहरे को खोज रहा था जिसे वो जानता था। യോഹന്നാൻ ആ മുഖത്തെ അന്വേഷിക്കുകയാണ്,
ദൈവം തന്നോട് ഇടപെട്ട മുഖം. आज हमारी आंखें क्या खोज रही है? ഇന്ന് നമ്മുടെ കണ്ണുകൾ എന്താണ് തിരയുന്നത്? आज हम किस यीशु को खोज रहे हैं? നമ്മൾ ഏത് യേശുവിനെയാണ് ഇന്ന് आज അന്വേഷിക്കുന്നത്? हमारे सामने किस यीशु की पहचान पाई जाती है? നമ്മുടെ മുൻപിൽ ഏത് യേശുവിന്റെ പരിചയമാണ് നാം പ്രകടമാക്കുന്നത്? जब यूहन्ना के सामने यीशु मसीह आए യേശുവിന്റെ യോഹന്നാന്റെ മുൻപിൽ യേശു വരുമ്പോൾ और हजारों की भीड़ को जब उसने पानी का बपतिस्मा दिया, ആയിരക്കണക്കിന് ജനത്തെ ജലത്തിൽ താൻ സ്നാനപ്പെടുത്തുകയാണ്. तब उसने एक सत्य को खोज निकाला. അന്നേരം ഒരു സത്യം താൻ പറഞ്ഞു. जितने लोग यूहन्ना के पास आते थे, എത്ര പേര് യോഹന്നാന്റെ അടുക്കൽ വരുന്നു? पानी का बपतिस्मा लेकर उसी मार्ग से वापस चले जाते थे. ജലത്തിൽ സ്നാനം പ്രാപിച്ചിട്ട് വന്ന വഴിയേ മടങ്ങി പോകുകയാണ്. यूहन्ना की आंखें तरस रही थी. അന്നേരവും യോഹന്നാന്റെ കണ്ണുകൾ ആഗ്രഹിക്കുകയാണ്. आज परमेश्वर की आंखें इस स्थान के लिए तरस रही है. ഇന്ന് ദൈവത്തിന്റെ കണ്ണുകൾ ഈ സ്ഥലത്ത് ചിലരെ ഒന്ന് കണ്ടുമുട്ടുവാൻ വെമ്പൽ കൊള്ളുകയാണ്. सेमिनार पर सेमिनार नहीं, ഇതൊരു സെമിനാർ മാത്രമല്ല, और मीटिंग्स के ऊपर मीटिंग्स नहीं. ഒരു മീറ്റിംഗ് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗ് പോലെ ഒരു മീറ്റിംഗ് അല്ല. यूहन्ना ने भीड़ को जरूर देखा, യോഹന്നാൻ വരുന്ന പുരുഷരത്തെ തീർച്ചയായിട്ടും കണ്ടു. पर यूहन्ना की आंखें यीशु को देखना चाहती थी. എന്നാൽ യോഹന്നാന്റെ കണ്ണുകൾ യേശുവിനെ കാണുവാൻ കൊതിക്കുകയാണ്. भीड़ यूहन्ना के पास आती थी, വലിയ പുരുഷാരം യോഹന്നാന്റെ അടുക്കൽ വരുന്നുണ്ട്. पानी का बपतिस्मा लेकर उसी मार्ग से वापस चली जाती थी. ജലത്തിൽ സ്നാനപ്പെട്ട് വന്ന വഴിയെ അവർ മടങ്ങി പോകുകയാണ്. पर यूहन्ना किसी को खोज रहा था. എന്നാൽ യോഹന്നാൻ ഒരാളെ അന്വേഷിക്കുന്നു. आज भी प्रभु किसी को खोज रहा है. ഇന്നും ദൈവം ഒരാളെ അന്വേഷിക്കുകയാണ്. आज भी यीशु की आंखें इस स्थान में किसी को खोज रही है. ഇന്നും യേശുവിന്റെ കണ്ണുകൾ ഇവിടെ ഒരുവനെ അന്വേഷിക്കുകയാണ്. यूहन्ना उस भीड़ को नहीं देखना चाहता था, യോഹന്നാൻ ആ പുരുഷാരത്തെ കാണുവേ വേണ്ട. जो जिस मार्ग से आते उसी मार्ग को लौट जाते അവർ थे. ഏത് വഴിയിൽ വരുന്നോ അതേ വഴിയിൽ മടങ്ങി പോകുന്നവരാണ്. पर यूहन्ना उस व्यक्ति को खोज रहा था, എന്നാൽ യോഹന്നാൻ ആ വ്യക്തിയെ അന്വേഷിക്കുകയാണ്. वो जिस मार्ग से आया उस मार्ग को नहीं, पर वो उस मार्ग में चलना शुरू करे. ഏത് വഴിയെ താൻ വന്നോ ആ വഴിയെ മടങ്ങി പോകുന്നവനല്ല, അവിടെ നിന്ന് മുൻപോട്ട് സഞ്ചരിക്കുന്നവനാണ്. यूहन्ना उस यर्दन में खड़े होकर हर दिन उस व्यक्ति की राह देखता था, कौन इस यर्दन को पार करेगा. യോഹന്നാൻ എന്നും യോർദാന്റെ കടവിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ കാത്തു നിൽക്കുകയാണ്. ദൈവമേ, മടങ്ങി പോകുന്നവനല്ല, ഇവിടെ നിന്ന് മുൻപോട്ട് ദൈവിക പദ്ധതികളിലേക്ക് സഞ്ചരിക്കുന്ന ആ ഒരുവൻ. आज स्वर्ग आपको देख रहा है. ഇന്ന് സ്വർഗം നിന്നെ നോക്കുകയാണ്. आज स्वर्ग हमें देख रहा है. ഇന്ന് സ്വർഗം എന്നെ നോക്കുകയാണ്. कौन यर्दन को पार करेगा? ആരാണ് ഈ യോർദാൻ കടന്നപ്പുറം പോകുന്നത്? यर्दन को कौन पार करेगा? ആരാണ് യോർദാൻ കടന്നപ്പുറം പോകുന്നത്? यर्दन को कौन पार करेगा? ആരാണ് ഈ യോർദാൻ കടന്നപ്പുറം പോകുന്നത്? और यीशु मसीह वापस नहीं गया. യേശു മടങ്ങിപ്പോയില്ല. हमारा यीशु जिस मार्ग से आया उस मार्ग में वापस नहीं गया. നമ്മുടെ യേശു വന്ന വഴിയെ സ്നാനപ്പെട്ടിട്ട് മടങ്ങി തിരിച്ചു പോയില്ല. मेरा पिता जिस मार्ग से आया उस मार्ग वापस नहीं गया. എന്റെ പിതാവ് വന്ന വഴിയില് മടങ്ങി സഞ്ചരിച്ചു പോയില്ല. आज वही यीशु कहता है, അതേ യേശു ഇന്ന് പറയുക, मैं जिस मार्ग से आया ഞാൻ ഏത് വഴിയിലൂടെ വന്നു, मैं वापस लौट कर नहीं गया, ഞാൻ പോയില്ല തിരിച്ച്. पर परमेश्वर की योजना में मैंने यर्दन को पार किया. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ യോർദാൻ കടന്ന് മുൻപോട്ട് പോയി. पुराने नियम में यर्दन को पार करने से इस्राएलियों के जीवन के लिए उस सत्य को प्रकट किया गया. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നപ്പോൾ ഒരു സത്യമാണ് അവിടെ വെളിപ്പെടുത്തത്. पर नए नियम में यर्दन पार करने से परमेश्वर की पहचान प्राप्त होती है. എന്നാൽ പുതിയ നിയമത്തിൽ യോർദാൻ കടക്കുന്നതിന്റെ അർത്ഥം അറിയാമോ? സ്വർഗം നിന്നെ വിളിക്കുന്ന പേരിന്റെ വെളിപ്പെടുത്തലിലേക്ക് നീ മുന്നേറുന്ന ഒരു കാലഘട്ടമാണ്. कितने लोग तैयार हैं? എത്ര പേര് അതിനു വേണ്ടി कितने लोग कह सकते हैं? എത്ര പേര് പറയും? यर्दन हमारे व्यक्तिगत जीवन की पहचान को नहीं बदलती, पर यर्दन को पार करने से परमेश्वर अपनी योजना को हमारे सामने प्रकट करना शुरू करता है. ഹല്ലേലൂയ. യോർദാനിൽ മുങ്ങുന്നത് കൊണ്ട് നിനക്കൊരു പുതിയ അറിവ് കിട്ടത്തില്ല. യോർദാൻ കടന്ന് അപ്പുറത്ത് പോകുന്ന വ്യക്തിക്കാണ് സ്വർഗം തിരിച്ചറിയുന്ന പേര് ലഭിക്കുന്നത്. आप परमेश्वर की योजना की राह मत देखें. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി വഴി നോക്കി ഇങ്ങനെ നിന്ന് പോവരുത്. आज परमेश्वर उस सत्य को कहते हैं, परमेश्वर की योजना आपकी राह देख रही है. ദൈവം ഇന്ന് ആ സത്യം നിങ്ങളെ അറിയിക്കുകയാണ്. യഹോവയുടെ പദ്ധതി നിന്നെ അന്വേഷിക്കുക. प्रभु के दासों, आपके लिए परमेश्वर की योजनाएं राह देख रही है. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ പദ്ധതികൾ കാത്തിരിക്കുകയാണ്. प्रभु की दासी आपके जीवन के लिए परमेश्वर की योजनाएं राह देख रही है. സഹോദരിമാരെ, ദൈവത്തിന്റെ പദ്ധതികൾ നിന്നെ
നോക്കിയിരിക്കുക. यूहन्ना अपने व्यक्तिगत जीवन में जब यीशु को देखा, യോഹന്നാൻ തന്റെ ജീവിതത്തിൽ യേശുവിനെ കണ്ടപ്പോൾ उसने ये नहीं कहा कि ये नजरत का यीशु है, അദ്ദേഹം പറഞ്ഞില്ല നസ്രായനായ യേശുവല്ലേ ഇവനെന്ന്. पर यूहन्ना ने उसके व्यक्तिगत जीवन के द्वारा परमेश्वर की योजना में जो उसे ठहराया था उस सत्य को कहा. ആമേൻ. എന്നാൽ സ്വർഗ്ഗത്തിൽ കൊടുത്തിരിക്കുന്ന പേര് വെച്ച് തന്നെ യോഹന്നാൻ യേശുവിനെ വിളിക്കുവാണ്. ഇവൻ ദൈവത്തിന്റെ കുഞ്ഞാണ്. ये केवल मनुष्य नहीं है, ഇതൊരു മനുഷ്യനല്ല, ये परमेश्वर का वो हलवान है. ഇത് ദൈവത്തിന്റെ മകനാണ്. आज परमेश्वर हमें कहना चाहता है, ഇന്ന് നമ്മോട് പറയുക ദൈവം, हमें किस पहचान में देखा जाता है वो हमारी पहचान नहीं है, पर परमेश्वर की योजना में हम कहाँ हैं. अगर हम वहां पहुंचे तो परमेश्वर हमें एक नई पहचान देने जा ഈ रहा है. ലോകം നമുക്ക് തന്നിരിക്കുന്ന പേരോ അറിവോ അല്ല, സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന പേരിലേക്ക് കുതിച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ആമേൻ, हालेलुया. ഹല്ലേലൂയ. अपना हाथ उठाकर कहे मेरी पहचान. എന്റെ പരിചയം. अब अपने पड़ोसी, अपने पास खड़े हुए व्यक्ति की ओर देखकर कहें मैं जो हूँ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളെ നോക്കി वो പറ, मेरी पहचान नहीं है. ഞാൻ ഇന്ന് എന്നെ കാണുന്ന ആളുണ്ടല്ലോ അതല്ല ഞാൻ. आज के बाद, ഇന്ന് കഴിഞ്ഞ് इस समयों के बाद में ഈ കാലം കഴിഞ്ഞ് मेरी पहचान എന്റെ അറിവ് ये नहीं रहेगी, ഇതായിരിക്കത്തില്ല. जो है, ഇപ്പോൾ ഉള്ളത് वो मैं नहीं हूँ. അത് ഞാനല്ല. मैं पास्टर हूँ, ഞാൻ പാസ്റ്ററാണ്, पर मैं पास्टर नहीं हूँ. പക്ഷേ ഞാൻ പാസ്റ്റർ അല്ല. मैं अपोस्टल हूँ, ഞാൻ पर അപ്പോസ്തലനാണ്, मैं अपोस्टल नहीं പക്ഷേ ഞാൻ हूँ. അപ്പോസ്തലനല്ല. मैं प्रॉफिट हूँ, ഞാൻ पर मैं പ്രവാചകനാണ്, प्रॉफिट नहीं പക്ഷേ ഞാൻ हूँ. പ്രവാചകനല്ല. मैं जो हूँ ഞാൻ എന്താണ് वो मैं हूँ, അത് ഞാനാണ്. क्योंकि मेरा परमेश्वर കാരണം എന്റെ जो ദൈവം मैं हूँ वो हूँ. ഞാൻ എന്താകുന്നു ഞാൻ അതാകുന്നു. हालेलुया. ഹല്ലേലൂയ. हाथ उठाकर कहे मेरी पहचान जो है वही मेरी पहचान है. ഞാൻ എന്താകുന്നുവോ ഞാൻ അത് തന്നെ ആകുന്നു. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. लोग आपको जो जानते हैं जानने दो. മനുഷ്യർ നിങ്ങളെ എന്ത് പേര് വെച്ച് വിളിച്ചാലും വിളിച്ചോട്ടെ. ये प्रभु के राज्य के लिए आपकी पहचान आवश्यक है. അങ്ങനെ ഒരു പരിചയം നിങ്ങൾക്ക് ആവശ്യമാണ്. आपको ट्रांसलेशन करना है, ये आवश्यक है. നിങ്ങൾ ട്രാൻസ്ലേഷൻ ചെയ്യണം, അത് ചെയ്തേ മതിയാവും. पर सच्चाई ये है, പക്ഷേ സത്യം എന്താണ്? प्रभु की आवाज सुनकर उसको बताना. ദൈവത്തിന്റെ ശബ്ദം കേട്ട് വിളിച്ചു പറയണം. Yes. This is the real. ഹല്ലേലൂയ. ये हमारी सही पहचान है. അതാണ് നമ്മുടെ പരിചയം. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. इस संसार को, भारतवर्ष को ही नहीं, इस संसार में जिस आत्मिक रिवाइवल को परमेश्वर चाहते हैं वहां केवल सेवा नहीं पर उस व्यक्ति का जीवन की पहचान जो है वो पहचान लोगों के आमेन. जीवन को परमेश्वर की योजना से जोड़ेगी. ഹല്ലേലൂയ. ഭാരതദേശത്തിൽ വരുവാനിരിക്കുന്ന ഉണർവിനെ കുറിച്ച് പറയട്ടെ. ചില ഉയർന്ന നിലവാരത്തിലുള്ള ശുശ്രൂഷകന്മാരോ ശുശ്രൂഷയോ വെളിപ്പെടുന്നത് കൊണ്ടാകുന്നില്ല. നിങ്ങളെ സ്വർഗം വിളിക്കുന്ന പേരിലേക്ക് നിങ്ങളൊന്ന് ഉയർന്ന ആ യേശുവിന്റെ ജീവനിൽ നിങ്ങളൊന്ന് ശോഭിക്കുമ്പോൾ വരുന്ന ഉണർവിന്റെ ഒരു തലമുണ്ട്. परमेश्वर के राज्य में फल बेचने का समय समाप्त हो रहा है. ദൈവത്തിന്റെ രാജ്യത്തിൽ നമുക്കുള്ള ഫലങ്ങളെ വിറ്റുള്ള ശുശ്രൂഷകൾ തീരുകയാ. फल खाने का समय भी समाप्त हो रहा ഈ है. ഫലങ്ങൾ തിന്നുള്ള ജീവിതം അവസാനിക്കുക. फल खिलाने का समय भी समाप्त हो रहा ഈ है. ഫലങ്ങൾ കഴിപ്പിക്കുന്ന സമയവും തീരുകയാ. अब बीज बोने का समय शुरू हो रहा है. ഇപ്പോൾ ഇതാ വിത്തുകളെ വിതയ്ക്കുന്ന സമയമാണ്. परमेश्वर की कलीसिया फलों से बढ़कर अब बीज को अपने जीवन के द्वारा प्रकट करेगी. നമ്മൾ ചില ഫലത്തിന്റെ പുറകെ നടക്കുകയും കൃപാവരങ്ങളുടെ പുറകെ നടക്കുകയും ചെയ്യുന്നതല്ല, വിത്തുകളെ വിതയ്ക്കുന്ന കാലങ്ങളാ. और जब बीज हमारे जीवन में होता है तो നമ്മുടെ ജീവിതത്തിൽ ആ വിത്തുകൾ ഉള്ളപ്പോൾ आत्मिक संसार हमें फलों के द्वारा नहीं पर बीज के आधार से जानता है. ആത്മമണ്ഡലം നമ്മെ തിരിച്ചറിയുന്നത് നമ്മുടെ ഫലങ്ങൾ വെച്ചിട്ടല്ല, നാം വിതയ്ക്കുന്ന വിത്തുകളിലൂടെയാണ്. हाथ उठाकर कहे मेरे जीवन की पहचान എന്റെ ജീവിതത്തിന്റെ പരിചയം
फल से नहीं, ഫലങ്ങൾ വെച്ചല്ല, बीज के द्वारा होती है। വിത്തുകൾ വെച്ചാണ് അറിയപ്പെടുന്നത്. शारीरिक संसार में ഈ ഭൗമിക ജീവിതത്തിൽ फल के द्वारा जाना जाता है, എന്റെ ഫലമാണ് മനുഷ്യൻ കാണുന്നത്. पर आत्मिक संसार में എന്ന ആത്മമണ്ഡലത്തിൽ बीज के द्वारा जाना जाता है। എന്റെ വിത്തുകൾ വെച്ചാണ് എന്റെ പരിചയം. सब हाथ उठाकर कहें, प्रभु हमें प्रमोशन चाहिए। കർത്താവേ, എനിക്കൊരു പ്രമോഷൻ വേണം. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. यूहन्ना ने यीशु मसीह के जीवन के बीज को प्रकट किया, യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ ജീവിതത്തിലുള്ള വിത്തിനെ വെളിപ്പെടുത്തി. और उसको एक नई पहचान मिली, ये वो मेमना है। എന്താണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്? ദൈവത്തിന്റെ കുഞ്ഞാടാണിവൻ. 30 साल तक अपने माता पिता के घर में रहा, 30 വർഷം തന്റെ അമ്മയപ്പന്മാരുടെ കൂട്ടത്തിൽ ഭവനത്തിൽ താമസിച്ചു. उसकी पहचान अच्छे बेटे के रूप में थी, നല്ലൊരു മകൻ എന്നുള്ള പരിചയം അവൻ ഉണ്ടായിരുന്നു. पर हलवान के रूप में उसे कोई नहीं जानता था। പക്ഷേ ഒരു രക്ഷകൻ എന്നുള്ള രീതിയിൽ ആരും അവനെ അറിഞ്ഞില്ല. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. हाथ उठाकर कहे, मेरी पहचान, എന്റെ പരിചയം, मेरी पहचान മേരി പഹചാൻ, जब मुझे मिलेगी, എനിക്കത് കിട്ടുമ്പോൾ मैं जिस मार्ग से चलता हूँ ഞാൻ ഏത് വഴിയിലൂടെ സഞ്ചരിക്കുന്നു उस मार्ग से आगे नहीं बढ़ूंगा। ആ വഴി മുമ്പോട്ട് പോകത്തില്ല. मैं एक स्थान पर आकर ഞാൻ ഒരു സ്ഥലത്ത് വന്നിട്ട് परमेश्वर की योजना के साथ भेंट करूंगा, ദൈവത്തിന്റെ പദ്ധതിയുമായി ഞാൻ കൂട്ടിമുട്ടും. और यहाँ से आगे, ഇവിടുന്ന് മുമ്പോട്ട്, यहाँ से आगे, ഇവിടുന്ന് മുമ്പോട്ട്, यहाँ से आगे ഇവിടുന്ന് മുമ്പോട്ട് मैं नहीं चलूंगा। ഞാനല്ല പോകുന്നത്. परमेश्वर की योजना में, ദൈവത്തിന്റെ പദ്ധതി, परमेश्वर की मर्जी के अनुसार, ദൈവത്തിന്റെ ഹിതം, उसके मन में मेरे लिए क्या है, ദൈവത്തിന്റെ उसने मुझे कहाँ ठहराया है, എവിടെയാണ് എന്നെ वहीं में चलना शुरू करूंगा। അതിൽ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങും. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. हाथ उठाकर कहे, मेरा चलना समाप्त होने वाला है, എന്റെ സ്വയമുള്ള നടപ്പ് നിൽക്കുക. मेरा चलना എന്റെ നടപ്പ് समाप्त होने वाला है। നിൽക്കുക. ओह जीसस, कितने लोग आज के समझ रहे हैं? बाद हालेलुया. जब तक आप अपने खुद से चलोगे, आप थकोगे, गिरोगे, उठोगे, पर जब परमेश्वर की योजना में आप चलोगे, ना आप थकोगे, ना आप गिरोगे, ना कभी आप आगे पीछे जाओगे। You just go. ഹല്ലേലൂയ. സ്വയമേ നടക്കുമ്പോൾ ക്ഷീണമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വീഴുന്നു എഴുന്നേക്കുന്നു, വീഴുന്നു എഴുന്നേക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഓടുന്നവൻ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് സഞ്ചരിക്കുക. परमेश्वर यहाँ से ऐसे झुंड को खड़ा करने जा रहा है। ഇങ്ങനെ ഒരു കൂട്ടത്തെ ഇവിടെ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുക. परमेश्वर यहाँ ऐसे लोगों को खड़ा करने जा रहा है ഇങ്ങനെ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുക. जो चलेंगे नहीं, അവര് നടക്കുവല്ല, वो केवल चलेंगे नहीं, അവര് വെറുതെ वो നടക്കുവല്ല, दौड़ेंगे नहीं, അവര് വെറുതെ ഓടുവല്ല, वो चलना दौड़ना बंद कर देंगे, അവര് നടക്കുവല്ല, ഓടുവല്ല, प्रयास करना बंद कर देंगे। അവരുടെ ശ്രമങ്ങൾ അവര് നിർത്തുക. अब परमेश्वर उनको लेकर चलना शुरू करेगा। ഇനി ദൈവം അവരെ വഹിച്ചാണ്ട് പോകുക. यीशु खुद नहीं चला, യേശു തന്നെ നടന്നില്ല. 30 साल तक यीशु खुद चला, 30 വയസ്സ് വരെ യേശു നടന്നു. पर जब यूहन्ना के साथ परमेश्वर की योजना के तहत उसके सच्चे पहचान को जब भेंट हो गई, എന്നാൽ യോഹന്നാൻ സ്നാപകൻ താൻ ആത്മമണ്ഡലത്തിൽ എന്തായിരുന്നു അത് വിളിച്ചു പറഞ്ഞു. ഇവൻ ഇതാ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. जब तक उसके व्यक्तिगत जीवन के लिए चलने का समय था, ആ സമയം വരെ തന്റെ ജീവിതത്തിൽ ഒരു നടപ്പുണ്ടായിരുന്നു. जब वो चलने के लिए अपने व्यक्तिगत जीवन को तैयार कर चुका था, അങ്ങനെ മുമ്പോട്ടുള്ള നടപ്പിന് വേണ്ടി ഒരുക്കത്തിന്റെ ഒരു കാലം. उसके साथ भविष्यवाणियां थी। തന്റെ കൂട്ടത്തിൽ പ്രവചന വാഗ്ദത്തങ്ങൾ ഉണ്ടായി. जब तक वो चल रहा था उसके साथ भविष्यवाणियां थी। താൻ നടക്കുന്ന സമയം വരെ പ്രവചന വാക്കുകൾ കൂടെ ഉണ്ടായിരുന്നു. जब वो अपनी पहचान को पाए उससे पहले उसके लिए भविष्यवाणियां थी। അവൻ ഈ യേശു ഇത് തിരിച്ചറിയുന്നതിന് മുമ്പേ പ്രവചന ദൂതുകൾ തന്റെ കൂടെ ഉണ്ടായിരുന്നു. जब तक वो अपने माँ के कोख में उस पहचान को पाए तब तक उसके लिए भविष्यवाणियां थी। തന്റെ അമ്മയുടെ ഉദരത്തിൽ ഈ കാര്യങ്ങൾ പ്രാപിക്കുന്ന സമയം മുതൽ ചില പ്രവചനങ്ങൾ തനിക്ക് വേണ്ടി ഉണ്ട്. पर जब यूहन्ना ने उसके व्यक्तिगत जीवन के उस सत्य के साथ उसको भेंट कराया, तब उसके लिए भविष्यवाणी नहीं पर वचन ऐसा कहता है, उसके लिए आकाश खुला और आकाशवाणी हुई। ആമേൻ. എന്നാൽ സ്വർഗത്തിലുള്ള തന്റെ യഥാർത്ഥ പരിചയം യോഹന്നാൻ സ്നാപകൻ യേശുവിന്റെ ജീവിതത്തിലേക്ക് കൊടുക്കുമ്പോൾ പിന്നത് പ്രവചന വാക്കുകളല്ല, തന്റെ മേൽ സ്വർഗം തുറക്കുകയാണ്. हमें भविष्य
भविष्यवाणियां चाहिए, നമുക്ക് പ്രവചനങ്ങൾ വേണം. पर जब भविष्यवाणियों के द्वारा हम परमेश्वर की योजना के साथ भेंट कर लेते हैं तो എന്നാൽ ഈ പ്രവചനങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ പദ്ധതികളിലേക്കും നിയമിക്കപ്പെട്ട സമയത്തിനകത്തും നാം വന്ന് നിൽക്കുമ്പോൾ तब वचन ऐसा कहता है भविष्यवाणी समाप्त हो जाती है. വചനം പറയുന്നു ഇതാ പ്രവചനങ്ങൾ നിലച്ചു പോകുകയാണ്. आप समझे नहीं? നിങ്ങൾക്ക് പിടികിട്ടിയില്ല. भविष्यवाणियां समाप्त हो जाती है. നിങ്ങൾക്ക് മനസ്സിലായില്ല, പ്രവചനം നിന്നുപോയി. हजारों साल से जिसके लिए भविष्यवाणियां थी वो समाप्त हो गई. യേശുവിന് ആ പരിചയം ലഭിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ യേശുവിനെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ അവിടം കൊണ്ട് ഫിനിഷ് ആവുക. पर अब उसके लिए भविष्यवाणी वो प्लेटफॉर्म बन गया जिसके ऊपर यीशु मसीह के साथ उस व्यक्ति का जीवन की पहचान थी. എന്നാൽ ഇപ്പോൾ പ്രവചനം എന്താണ്? യേശുവിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. അതിന്റെ മുകളിൽ കയറി നിന്ന് യേശു ശുശ്രൂഷിക്കുക. जितने लोगों के लिए बीते दिनों में भविष्यवाणियां हुई है, കഴിഞ്ഞ നാളുകളിൽ പ്രവചനങ്ങൾ ലഭിച്ച വ്യക്തികൾ उसको अपने जीवन के लिए प्लेटफॉर्म बना दे. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി അതൊരു പ്ലാറ്റ്ഫോം ആക്കാനുള്ള സമയമാണ്. ये 3 दिन आपके व्यक्तिगत जीवन के लिए भविष्यवाणियों से बढ़कर आकाशवाणी का बन जाएगा. നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3-4 ദിവസങ്ങൾ ചില പ്രവചനങ്ങൾ കേൾക്കുന്നു എന്നല്ല, സ്വർഗം തുറന്ന് ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന കാലമായി മാറട്ടെ. भविष्यवाणी स्वर्ग का परमेश्वर पृथ्वी पर किसी व्यक्ति के द्वारा प्रकट करता है. എന്താണ് പ്രവചനം? സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യൻ മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ വിളിച്ചു പറയുന്നു. परमेश्वर के आत्मा के उभारे जाने से उन शब्दों को प्रकट किया जाता है. പരിശുദ്ധാത്മാവിന്റെ ചലനം മുഖാന്തരം ആ വാക്കുകൾ പ്രവചനമായി നിങ്ങളിലേക്ക് വരുന്നു. पर जो व्यक्ति उस सत्य को अपने जीवन में लेकर उस स्थान तक पहुंच जाता है, എന്നാൽ ആ പ്രവചനത്തെ വഹിച്ചോണ്ട് ജീവിതത്തിൽ അതിന്റെ നിവർത്തിയുടെ സ്ഥാനം വരെ വന്നെത്തിക്കഴിഞ്ഞാൽ अब उसको भविष्यवाणी नहीं, उसके लिए आकाशवाणी शुरू होती है. എന്നാൽ പിന്നീട് അതിനെ ഒരു പ്രവചനം എന്നല്ല, സ്വർഗത്തിൽ നിന്നും വരുന്ന ഒരു വചനമായി അതിനെ കാണാം. अब तक उसके लिए किसी माध्यम की जरूरत थी. ഇതുവരെ ആ വാക്കുകൾ കൊണ്ടുവരുവാൻ ഒരു പ്രവാചകന്റെ ആവശ്യമുണ്ടായിരുന്നു. अब तक उसके जीवन के लिए किसी माध्यम के द्वारा बोला जाता था. ഇതുവരെ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെയാണ് ദൈവത്തിന്റെ പദ്ധതികൾ പറയുന്നത്. पर अब परमेश्वर ऐसा कहता है, എന്നാൽ ഇപ്പോൾ ദൈവം ഇങ്ങനെ പറയുന്നു, मैं माध्यम को हटा दूंगा. ഞാൻ എന്താ നടുക്ക് നിൽക്കുന്ന ആളെ അങ്ങ് മാറ്റുവാ. अब मैं किसी माध्यम को बीच में नहीं रखूंगा. എനിക്കിപ്പം നടുക്ക് ഇതിന്റെ വേറെ ഒരു മീഡിയം വേണ്ട. अब मैं ഇപ്പോൾ ഞാൻ तेरे साथ നിന്നോട് सीधा बात करूंगा. നേരെ സംസാരിക്കാൻ പോവാ. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. मैं आपको एक सच्चाई कहना चाहता हूँ. ഞാനൊരു സത്യം പറയട്ടെ. मैं आज यहाँ जो खड़ा हूँ, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ भविष्यवाणियां मेरे जीवन के लिए 1993 से हुई है. 1993 മുതൽ എന്റെ ജീവിതത്തെ കുറിച്ച് പ്രവചനങ്ങൾ പറയുന്നുണ്ട്. प्रभु के महान दास डॉक्टर रोजर हाउसमैन ने उस सत्य को कहा. ഡോക്ടർ റോജർ ഹോസ്മയിലൂടെ ദൈവം എനിക്ക് ഒത്തിരി പ്രവചനങ്ങൾ തന്നു. जब मैं बहुत छोटा था, ഞാൻ അന്നേരം ചെറിയ പ്രായമായി उन्होंने एक सत्य को कहा. ഒരു സത്യം പറഞ്ഞു. लाखों की भीड़ के बीच में से उन्होंने मुझे बुलाया ലക്ഷക്കണക്കിന് ആൾക്കാർ നിൽക്കുന്നതിന്റെ നടുവിൽ നിന്ന് और എന്നെ 3 ഒരാളെ शब्द വിളിച്ചു. मुझे दिए. എനിക്കൊരു വചനം തന്നു. तुम चुने हुए हो, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. परमेश्वर ने तुम्हें अलग किया है ദൈവം നിന്നെ തെരഞ്ഞു മാറ്റി और വെച്ചിരിക്കുന്നു. आने वाले समय में ഇനി വരുന്ന നാളുകളിൽ परमेश्वर तुम्हें अद्भुत महिमा में उपयोग में. ദൈവം നിന്നെ അത്ഭുതമായ മഹത്വത്തിന്റെ തലങ്ങളിൽ സഞ്ചരിക്കുവാനിടയാക്കും. मैंने उन शब्दों को अपने जीवन के लिए സ്റ്റെപ്പ് बना दिया. ഞാൻ ആ വചനം എടുത്ത് എനിക്ക് മുൻപോട്ട് സഞ്ചരിക്കുവാനുള്ള സ്റ്റെപ്പുകളാക്കി മാറ്റി. भविष्यवाणी सुनकर वो हमारे जीवन में पूरी होती नहीं है. भविष्यवाणी हमारे जीवन के लिए उस योजना के पास हमें लाकर खड़ी कर देती है. നമ്മുടെ ജീവിതത്തിൽ പ്രവചനങ്ങൾ വരുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് നിവർത്തിക്കപ്പെടുമെന്ന് വിചാരിക്കരുത്. അത് ചില ചവിട്ട് പലകകളായി നമ്മുടെ മുൻപിൽ ദൈവം തരികയാണ്. അതിനെ ചവിട്ടി ചവിട്ടി മുകളിലേക്ക് കയറിക്കണം. दाऊद जब बालक ही था, शमूएल ने उसके सिर पर उस तेल को उंडेल कर कहा, तू इस्राएलियों का राजा है. ദാവീദ് ഒരു ചെറിയ ബാലനായിരുന്നപ്പോൾ തന്നെ ശമൂവേൽ തന്റെ മുകളിലേക്ക് അഭിഷേക തൈലം ഒഴിച്ചിട്ട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കൾക്കൊരു രാജാവായി മാറും. पर जब दाऊद के लिए शमूएल के द्वारा उस सत्य को बोला गया, എന്നാൽ ആ സത്യം തന്നിലേക്ക് വന്നപ്പോൾ तब कई सालों के बाद सबसे पहली बार दाऊद अपने पिता की भेड़ों को छोड़कर उसके पिता के शब्द को सुनकर अपने घर से चलना शुरू किया.
ആ ശബ്ദം കേട്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളില് തന്റെ പിതാവിന്റെ ഭവനം വിട്ട് പുറത്തേക്ക് ഇറങ്ങി സഞ്ചരിക്കുന്ന ഒരു നാളുണ്ടായിരുന്നു. दाऊद को उसको पिता ने उससे पहले कभी अपने भाइयों के पास नहीं भेजा था. ഇതിനു മുൻപേ ദാവീദിന്റെ അപ്പൻ ഒരിക്കലും തന്റെ സഹോദരന്മാരുടെ അടുക്കലേക്ക് തന്നെ അയച്ചിട്ടില്ല. मैं आपको सत्य कहना चाहता हूँ. ഞാൻ ഒരു സത്യം പറയാം. दाऊद के पिता के मन में इस विचार को लाने वाला परमेश्वर था. ദാവീദിന്റെ പിതാവിന്റെ ഹൃദയത്തിൽ ഈ ചിന്ത കൊണ്ടുവരുന്നത് ദൈവമാണ്. जब वो घर से निकला, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, भाइयों को मिलने पहुंचा, അവിടെ സഹോദരങ്ങളെ കാണാൻ പോയപ്പോൾ, पिता ने उसको भाइयों से भेंट करने भेजा था. എന്തിനാണ് പിതാവ് അയച്ചത്? സഹോദരന്മാരെ ഒന്ന് കണ്ടുമുട്ടാൻ. हो सकता है यहाँ बहुत से लोग फैमिली के रूप में एक दूसरे के साथ भेंट में यहाँ पर पाए जाते हो. ഒരുപക്ഷേ ഒരു ഫാമിലി കോൺഫറൻസില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടുമുട്ടി സ്നേഹം പുതുക്കാനായിരിക്കും നിങ്ങളുടെ പദ്ധതി. पर मैं आपको कहना चाहता हूँ, എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ये कॉन्फ्रेंस ഈ ഒരു കോൺഫറൻസ് ഈ കോൺഫറൻസ് आपके जीवन के लिए നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി केवल आपकी आंखों के सामने देखे जाने वाला भाग है. നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്നതുപോലെ മാത്രമേ ഉള്ളൂ. पर उसके पीछे जो है, എന്നാൽ അതിന്റെ പിന്നിലുള്ളത്, उसके पीछे जो है, അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം, वो परमेश्वर की योजना है. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ये कॉन्फ्रेंस जब ठहराया गया, ഈ കോൺഫറൻസ് ഈ നാളുകൾക്ക് വേണ്ടി തീരുമാനിക്കപ്പെട്ടപ്പോൾ, इस कॉन्फ्रेंस के लिए जब कोर कमेटी डिस्कशन कर रही थी, ഈ മീറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞ പാസ്റ്റർമാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ചപ്പോൾ, पर मैं कहना चाहता हूँ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, इस कोर कमेटी ने बाद में ये डिसीजन लिया, पर परमेश्वर की कोर कमेटी ने उससे पहले इस योजना के पीछे उन बातों को ठहरा दिया. ആമേൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നിങ്ങൾ കൂടി തീരുമാനിച്ചതാണെന്ന്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, അതിനു മുൻപേ സ്വർഗം ഇങ്ങനെ ഒരു പദ്ധതി ഇട്ടു. ഇത് ദൈവം നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന നാളുകളത്രേ. कितने लोग विश्वास करते हैं परमेश्वर की योजना और पृथ्वी पर इस कोर कमेटी के द्वारा की गई योजना मिल रही है? നിങ്ങൾ എത്ര പേര് പറയും സ്വർഗത്തിന്റെ കോർ കമ്മിറ്റിയും പാസ്റ്റർമാരുടെ കോർ കമ്മിറ്റിയും കൂടെ കൂട്ടിമുട്ടിയെടുത്ത ഒരു തീരുമാനത്തിന്റെ നാളുകളിലാണ് നാം വന്ന് നിൽക്കുന്നത്? मैं आपको कहना चाहता हूँ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, दाऊद अपने व्यक्तिगत जीवन में उस पहचान में जरूर था. ദാവീദിന്റെ ജീവിതത്തിൽ നൽകപ്പെട്ട ഒരു പരിചയമുണ്ടായിരുന്നു. उसके भाई उसको एक छोटा भाई समझते थे. സഹോദരന്മാർ ഒരു കൊച്ചു സഹോദരനായി അവനെ കണ്ടു. तू यहाँ क्या देखने आया നീ है? ഇവിടെ എന്ത് കാണാനാ വന്നിരിക്കുന്നത്? तू यहाँ क्यों आया है? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? पर मैं कहना चाहता हूँ, പക്ഷേ ഞാനൊന്ന് പറഞ്ഞോട്ടെ, दाऊद ना देखने आया था, ദാവീദ് കാണാൻ വന്നതല്ല, दाऊद ना सुनने आया था, ദാവീദ് കേൾക്കാൻ വന്നതല്ല. पर दाऊद वो दिखाने आया था जो उसको परमेश्वर ने ठहराया था. ആമേൻ. എന്നാൽ തന്നെ ഏത് പേരിൽ സ്വർഗം അറിയുന്നു, അതിന്റെ വെളിപ്പെടുത്തലിനായി ഗോലിയാത്തിന്റെ അടുക്കലേക്ക് താൻ അയക്കപ്പെട്ടു. कितने लोग कह सकते हैं हम यहाँ आए नहीं हैं, എത്ര പേര് പറയും ഞാൻ ഇവിടെ हम यहाँ पहुंचे हैं? ഞാൻ എന്നെ എത്തിച്ചതാ. अब अपने पास खड़े व्यक्ति को कहें, आप मुझे क्या जानते हैं? നിങ്ങൾക്ക് എന്നെ എന്തോ അറിയാം? मुझे कोई फर्क नहीं पड़ता. നിങ്ങൾക്ക് എന്തെന്നെ കുറിച്ച് അറിയാമെങ്കിൽ मुझे कोई फर्क नहीं पड़ता, आप मुझे क्या जानते हैं? എനിക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ. परमेश्वर मुझे लाया है, ദൈവം എന്നെ കൊണ്ടുവന്നതാ. और परमेश्वर मुझे लाया है तो ദൈവം എന്നെ കൊണ്ടുവന്നതാണെങ്കിൽ अब एक नई योजना, ഒരു പുതിയ एक नई पहचान ഒരു പുതിയ അറിവ് मेरे द्वारा प्रकट होगी. എന്നിലൂടെ പ്രകടമാകും. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. अपने साथ खड़े व्यक्ति के दोनों हाथ पकड़ कर कहें, आज ഇന്ന് നമ്മുടെ आज से आज से आज के बाद जो छिपी हुई परमेश्वर की योजनाएं हैं ദൈവത്തിന്റെ മറഞ്ഞു കിടക്കുന്ന പദ്ധതികൾ वो दिखाई देना शुरू हो അത് जाए, പ്രകടമായി വരട്ടെ. वो दिखाई देना शुरू हो അത് जाए. പ്രകടമായി വരട്ടെ. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. परमेश्वर ने दाऊद को नहीं कहा था ദൈവം ദാവീദിനോട് പറഞ്ഞില്ല, कि वहां जाकर तुम्हें गोलियत से लड़ना थे, നീ അവിടെ പോയി ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല. पर मैं आपको कहना चाहता हूं, ഞാനൊന്ന് പറഞ്ഞോട്ടെ, परमेश्वर ने गोलियत को इसलिए आपके सामने खड़ा किया है ताकि वो आपकी सही पहचान को प्रकट कर सके. എന്തിനാണ് ഒരു ഗോലിയാത്ത് നിന്റെ മുൻപിൽ നിൽക്കുന്നത്?
സ്വർഗം നിന്നെ വിളിക്കുന്ന പേര് നിന്നിലൂടെ ഒന്ന് വെളിപ്പെടുവാനുള്ള മുഖാന്തരമാണത്. आपकी सेवकाई के सामने जो गोलियात के समान खड़ा है, നിന്റെ മുൻപിൽ ഇന്ന് ഗോലിയാത്തായി നിൽക്കുന്ന ചിലത്, आपके राज्य में जो गोलियात के समान खड़ा है, നിന്റെ രാജ്യത്തിൽ ഗോലിയാത്തിനെ പോലെ നിൽക്കുന്ന ചിലത്, आपके स्थान में जो गोलियात के समान समस्याएं दिख रही है, നിന്റെ സ്ഥലത്ത് ഗോലിയാത്തിനെ പോലെ കണ്ടാൽ തോന്നുന്ന ചില വിഷയങ്ങൾ पर आज मैं कहना चाहता हूं, ഇന്ന് ഞാൻ പറയട്ടെ, आपका समय आ चुका है. നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു. आप यहाँ से वो पत्थर लेकर जाएंगे, ഇവിടെ നിന്ന് ചില കല്ലുകൾ പറക്കിക്കൊണ്ട് പോകുകയാ. आप यहाँ से वो पत्थर बनकर जाएंगे. ഇവിടെ നിന്ന് കല്ലായി പോകുകയാണ്. उसके सामने गोलियात ना खड़ा रहेगा, അവന്റെ മുൻപിൽ ഗോലിയാത്ത് നിൽക്കത്തുമില്ല. ना वो आपके सामने अपनी पहचान को प्रकट कर पाएगा. നിന്റെ മുൻപിൽ ഗോലിയാത്ത് തന്റെ പേരിനെയും പരിചയത്തെയും വിളിച്ചു പറയത്തുമില്ല. अपने हाथ को उठाकर कहे, मेरी गोफन में ശരി, കോപൻ. प्रभु ദൈവമേ, अब वो पत्थर रखने जा रहे हैं. ആ കല്ലുകൾ കർത്താവേ എന്റെ കവണയിൽ നീ വെക്കാൻ പോകുകയാണ്. हालेलुया. ഹല്ലേലൂയ. हाथ उठाकर कहे, मेरी गोफन में എന്റെ കവണയിൽ परमेश्वर वो पत्थर रखने जा रहे हैं ദൈവം ആ കല്ലുകൾ വെക്കാൻ പോകുകയാ. जो അത് जो अब तक ഇന്ന് വരെ मेरी पहचान थी, എന്റെ പരിചയമായിരുന്നു. जिससे मैं അത് വെച്ച് भेड़ों को बचाने के लिए, അതെന്റെ ആടുകളെ രക്ഷിക്കുവാൻ, भेड़ियों को मारने के लिए, അതിനെ തിന്നാൻ വരുന്നതിനെ ഞാൻ കൊല്ലുന്നത്, भगाने के लिए അതിനെ ഓടിച്ചു കളയുന്ന उपयोग में लाता था. ആ ചെന്നായ്ക്കളെ ഓടിക്കാൻ अब समय आया है, എന്നാൽ സമയം വന്നേ. भगाने के लिए नहीं, ഓടിക്കാനല്ല. अब वो गिरने जा रहा है. ഇതാ ഗോലിയാത്ത് താഴെ വീഴുകയാണ്. अपने लिए प्रोफेसी करे, कहे गोलियात मेरे सामने, परमेश्वर के सामने गिरने जा रहा है. ഗോലിയാത്ത് എന്റെ മുൻപിൽ, ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുൻപിൽ നെടുമ്പാട് വീഴുകയാണ്. आप अकेले नहीं हैं. നിങ്ങൾ തന്നെയല്ല. दाऊद जब तक अपने पिता के भेड़ों को चराता था, वो एक परिवार में, एक व्यक्ति के रूप में, एक छोटे भाई के रूप में था. ദാവീദ് തന്റെ ഭവനത്തിൽ ഏകനായി ആ ആട്ടിൻകുട്ടികളെ നോക്കുന്ന ഏകനായി താനായിരുന്നു. पर जब वो वहां से निकला, എന്നാൽ ആ വീട് വിട്ടിറങ്ങിയപ്പോൾ अब वो एक परिवार की पहचान में नहीं है, ഇനി ഇപ്പോൾ ഒരു കൂട്ടത്തിന്റെ പരിചയം മാത്രമല്ല, एक घर की पहचान के रूप में नहीं ഒരു കുടുംബത്തിന്റെ പരിചയം മാത്രമല്ല, एक चर्च की पहचान के रूप में नहीं है. ഒരു ചർച്ചിന്റെ പരിചയം മാത്രമല്ല. प्रभु ने जो लोग हमें हमारे लिए ठहराए हैं, उनके लिए परमेश्वर अब अगुवाई करने के लिए हमारी पहचान को प्रकट करने जा रहा है. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പരിചയത്തെ പ്രകടമാക്കാൻ പോകുകയാണ്. अब मेरा चर्च, मेरा गांव, मेरा शहर परमेश्वर समाप्त कर रहा है. എന്റെ സഭ, എന്റെ ഗ്രാമം, എന്റെ പട്ടണം ദൈവം അതിനെ അവസാനിപ്പിക്കാൻ പോകുകയാണ്. वो आपके स्थान में आपके लिए अभिषेक करेगा. നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ അഭിഷേകം ചെയ്യും. पर परमेश्वर का वचन उस बात का प्रमाण देता है. എന്നാൽ ദൈവത്തിന്റെ വചനം ഇതിന് നമുക്ക് പരിചയം തരുകയാണ്. शमूएल वो व्यक्ति था ശമൂവേൽ ആരായിരുന്നു? जिसके जीवन के लिए कहा गया है, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നു. परमेश्वर ദൈവം शमूएल के मुंह से निकलने वाले एक भी शब्द को गिरने नहीं देता था. ശമൂവേലിന്റെ വാക്കിൽ നിന്ന് hallelujah. വീഴുന്ന ഒരു വചനം പോലും നിലത്ത് വീണു പോകാൻ അനുവദിക്കത്തില്ല. और जब शमूएल ने कहा तू इस्राएलियों का राजा है, तो दाऊद कभी भी गोलियात के सामने हार नहीं सकता. ശമൂവേൽ, നീ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഗോലിയാത്തിന്റെ മുൻപിൽ അവന് തോൽക്കുവാൻ കഴിയത്തില്ല. आपको कहना चाहता हूं, ഞാൻ ഒരു കാര്യം പറഞ്ഞു, परिस्थितियां कुछ भी दिखाई दे, നിങ്ങളുടെ സാഹചര്യം എന്തായിരുന്നാലും आज के बाद अपनी दृष्टि से ना देखें. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നിന്റെ കണ്ണുകൊണ്ട് നോക്ക്. दाऊद के भाई लोग लड़ने वाले योद्धा थे, ദാവീദിന്റെ സഹോദരങ്ങൾ അവർ യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കന്മാരായിരുന്നു. और शाऊल की दृष्टि में योद्धा थे, ശൗലിന്റെ കണ്ണുകൾ അവർ इस्राएलियों की दृष्टि में योद्धा थे. ഇസ്രായേൽ മക്കളുടെ കണ്ണുകളിൽ അവർ पर യോദ്ധാക്കന്മാരായിരുന്നു. दाऊद, എന്നാൽ ദാവീദ് पर दाऊद, എന്നാൽ पर दाऊद എന്നാൽ परमेश्वर की दृष्टि में योद्धा था.
ദൈവത്തിന്റെ കണ്ണുകളിൽ അവൻ ഒരു യോദ്ധാവായിരുന്നു. कितने लोग परमेश्वर के दृष्टि में योद्धा बनकर खड़े होना चाहते हैं? നിങ്ങളിൽ എത്ര പേര് ദൈവത്തിന്റെ കണ്ണുകളിൽ യോദ്ധാക്കന്മാരായി എഴുന്നേൽക്കാൻ ആഗ്രഹിക്കുന്നു? हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. बोलो यीशु मसीह के। ജയ്. तब दाऊद ने अपने व्यक्तिगत जीवन में एक सत्य को कहा, ദാവീദ് തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സത്യം പറഞ്ഞു. तू നിങ്ങൾ अपनी पहचान के साथ में मेरे सामने आ रहा है. നിന്റെ പരിചയം കൊണ്ടാണ് നീ എന്റെ മുൻപിൽ വരുന്നത്. गोलियत अपनी पहचान के साथ में दाऊद के सामने खड़ा था. ഗോലിയാത്ത് തന്റെ പരിചയത്തിൽ ദാവീദിന്റെ മുൻപിൽ मैं आपको പ്രകടമാകുകയാണ്. सत्य कहना चाहता हूं, अब तक जो समस्याएं अपनी पहचान में बहुत से लोगों को गिराने का कारण थी, पर वो आज तक दाऊद के साथ आमने सामने नहीं आई, पर अब ये समस्या जान जाएगी कि उनके सामने दाऊद खड़ा हो चुका है. ആമേൻ. ഗോലിയാത്തിനെ പോലെ ഉയർന്നു നിൽക്കുന്ന പ്രശ്നങ്ങൾ അനേകരെ ഭയപ്പെടുത്തി, അനേകരെ പീഡിപ്പെടുത്തി, അനേകരെ വീഴ്ചു. എന്നാൽ ആ ഗോലിയാത്തിനെ വെല്ലുവിളിക്കുവാൻ തന്റെ പരിചയത്തിൽ എഴുന്നേൽക്കുന്ന ഒരു ദാവീദ് ഇന്ന് അവന്റെ മുൻപാകെ വരികയാണ്. कितने लोग कह सकते हैं, प्रभु എത്ര പേര് പറയും, ദൈവമേ आज यहाँ से ഇന്ന് ഇവിടെ നിന്ന് अपनी पहचान के साथ नहीं, എന്റെ പരിചയവുമായി, आपकी पहचान के साथ. അങ്ങെനിക്ക് തരുന്ന പരിചയവുമായി. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. यीशु मसीह जब अपनी पहचान में था, യേശു തന്റെ പരിചയത്തിലായിരുന്നപ്പോൾ वचन ऐसा कहता है, വചനം പറയുകയാണ്, शास्त्र के ज्ञानी लोगों के साथ में जब वो सवाल जवाब किया करता था, जब कोई उसे उत्तर नहीं दे सकता था. ശാസ്ത്രിമാരും പരീശന്മാരുമായിട്ട് ഇരുന്ന് വചനത്തിന്റെ പ്രമാണങ്ങളും കാര്യങ്ങളും പറയുമ്പോൾ തന്റെ ചോദ്യങ്ങൾക്ക് ആർക്കും ഉത്തരം തരുവാൻ കഴിയത്തില്ലായിരുന്നു. उसने जो पूछा कोई उत्तर नहीं दे पाया. തന്റെ ചോദ്യങ്ങൾക്ക് ആർക്കും ഉത്തരമില്ലായിരുന്നു. उससे जो पूछा गया हर सवाल का उत्तर उसके पास था. എന്നാൽ എന്ത് ചോദ്യം യേശുവിനോട് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാത്തിന്റെയും ഉത്തരം യേശുവിന്റെ പക്കലുണ്ടായിരുന്നു. पर आज जब वो यूहन्ना के सामने खड़ा है, ഇന്ന് യോഹന്നാന്റെ മുൻപിൽ യേശു നിൽക്കുമ്പോൾ तब वो पूरे संसार के लिए उत्तर बनकर खड़ा है. ഈ ലോകത്തിന് വേണ്ടി മുഴുവൻ ഒരു ഉത്തരമായി താൻ നിൽക്കുകയാണ്. परमेश्वर ने आपको सीमित लोगों के बीच में एक आंसर के रूप में, उनकी समस्याओं के समाधान के रूप में खड़ा किया होगा, पर अब समय आया है परमेश्वर आपको उन लोगों के लिए उत्तर बनाएगा. ഹല്ലേലൂയ. ചില മനുഷ്യരുടെ കൂട്ടത്തിന്റെ നടുവിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരമായി, ഒരു പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വ്യക്തിയായി ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിച്ചു കാണും. എന്നാൽ ഞാൻ പറഞ്ഞോട്ടെ, ഒരു കൂട്ടത്തിന് മുഴുവൻ ഉത്തരമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. हाथ उठाकर कहे, मैं ഞാൻ अपने सीमितता में नहीं, എന്റെ ആ ചെറിയ पर ദർശനത്തിലല്ല, यीशु मसीह की എന്നാൽ യേശുവിന്റെ असीमितता में बढ़ना चाहता हूं. യേശുവിന്റെ അതിരില്ലാത്ത തലങ്ങളിൽ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുക. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. बहने परिवार से आगे बढ़े, നമ്മുടെ കുടുംബത്തിന്റെ പരിചയത്തിൽ നിന്ന് മുൻപോട്ട് अपने സഞ്ചരിക്കണം. स्थान से आगे बढ़े. നമ്മുടെ സ്ഥലം വിട്ട് മുൻപോട്ട് പോകാം. प्रभु के दास लोग अपने चर्च कलीसिया अपने स्थान से आगे बढ़े. ദൈവത്തിന്റെ ദാസന്മാര് എന്റെ സഭ, എന്റെ ശുശ്രൂഷ അതിനകത്തുനിന്ന് മുൻപോട്ട് പോ. तब परमेश्वर ने आकाशवाणी के द्वारा उस सत्य को कहा, ഈ സത്യം സ്വർഗം തുറന്ന് വിളിച്ചു പറഞ്ഞു. और वो शब्द ये है, അതിതാണ്, ये मेरा ഇതെന്റെ प्रिय पुत्र है, എന്റെ പ്രിയപുത്രൻ, उस पर मैं प्रसन्न हूँ. അവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുകയാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. यीशु ने कोई चिन्ह चमत्कार नहीं किए. യേശു ആ സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. उसने लाजरस को जिंदा नहीं किया, ലാസറിനെ ഉയർപ്പിച്ച സമയമായിട്ടില്ല. उसने कोढ़ी को शुद्ध नहीं किया, അവിടെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയിട്ടില്ല. पर यीशु मसीह എന്നാൽ യേശു यूहन्ना के साथ में യോഹന്നാന്റെ उस सत्य കൂട്ടത്തിൽ को प्रकट किया. ആ സത്യം പ്രകടമായി. जैसा परमेश्वर ने ठहराया है वैसा ही हम पूरा करें. ഇതാ സ്വർഗത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന പരിചയം, അത് നാം പൂർത്തീകരിക്കണം. प्रभु के दासों, ദൈവത്തിന്റെ മക്കളെ, सेवा ദാസന്മാരെ, वो नहीं जो हम कर रहे हैं, ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നതല്ല. सेवा वो नहीं जो हमारे द्वारा हो रही है, ശുശ്രൂഷ എന്ന് പറയുന്നത് എന്നിലൂടെ നടക്കുന്നതല്ല. सेवा वो है जिसके लिए परमेश्वर ने हमें ठहराया है और उस स्थिति से हम करें. എന്നാൽ ശുശ്രൂഷ എന്താണ്? സ്വർഗം എന്തിനു വേണ്ടി
ശുശ്രൂഷ. हालेलुया। ഹല്ലേലൂയ. यीशु ने उस सत्य को कहा, യേശു ആ സത്യം പറഞ്ഞു. यीशु ने उस सत्य को कहा, യേശു ആ സത്യം പറഞ്ഞു. हे पिता, പിതാവേ, जो कार्य तूने मुझे दिया है എനിക്ക് ചെയ്യാൻ തന്ന വേല उसको मैंने पृथ्वी पर पूरा करके, അത് ഞാൻ ഭൂമിയിൽ തീർത്തു. उसे पूरा करके, അതിനെ ഞാൻ പൂർത്തീകരിച്ചു. अधूरा नहीं, അതിനെ ഞാൻ थोड़ा പകുതിയല്ല, नहीं, കുറച്ചല്ല. जो दिया है वो അത് എന്തേൽപ്പിച്ചോ അത് मैं कर रहा हूँ वो नहीं, അത് ഞാൻ ചെയ്യുക. मैं कर रही हूँ वो नहीं, ഞാൻ हम ചെയ്യുവാനല്ല. कर रहे हैं वो नहीं, ഞങ്ങൾ जो ചെയ്യുവാനല്ല. आपने दिया है, അങ്ങ് जो തന്നത്, आपने ठहराया है, അങ്ങ് जो തീരുമാനിച്ചത് मेरे लिए है, എനിക്ക് जो मेरे വേണ്ടിയുള്ളത് सिवा कोई नहीं कर सकता, ഞാനല്ലാതെ ആർക്കും ചെയ്യുവാൻ കഴിയാത്തത്. जो आपके लिए है वो आप ही करोगे, നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ जो മാത്രമേ आपके ചെയ്യൂ. लिए है वो आपको ही करना है। നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ उस തന്നെ कार्य ചെയ്യണം. को ആ കാര്യം जब हम पृथ्वी पर पूरा करते हैं, ഭൂമിയിൽ നാം അതിനെ പൂർത്തീകരിക്കുമ്പോൾ हम पिता को महिमा देते हैं। നാം പിതാവിന് മഹത്വം കൊടുക്കുക. हालेलुया, ഹല്ലേലൂയ. हालेलुया। कितने लोगों को समझ में आ रहा है? എത്ര പേർക്ക് മനസ്സിലായി? यीशु मसीह ने पहाड़ की ढलान में 3.5 साल का सबसे लंबा हिस्सा सेवा दिया। യേശു കർത്താവ് തന്റെ ശുശ്രൂഷ കാലത്ത് ഗിരിപ്രഭാഷണം എന്നുള്ള നീണ്ട ഒരു പ്രഭാഷണം അവിടെ കൊടുത്തു. पहाड़ की ढलान में जो चाहते थे वो यीशु ने किया। യേശുവിന് എന്താണോ ആഗ്രഹമുള്ളത് അത് യേശു അവിടെ ചെയ്തു. पहाड़ की ढलान में अंधा कहता है मैं देखना चाहता हूं, यीशु कहता है देखने लग। അവിടെ വെച്ച് ഒരു കുരുടൻ പറയുകയാണ് എനിക്ക് കാഴ്ച വേണം, ഇതാ നിനക്ക് കാഴ്ച എന്ന് പറഞ്ഞു. लंगड़ा चलना चाहता है, यीशु से कहता है चलने लग। जो मरा हुआ है यीशु से जिंदा करता है। पर पहाड़ की ढलान की सेवा जब समाप्त हुई तब परमेश्वर का ठहराया समय आया, तब वो पहाड़ की ऊंचाई में चढ़ गया। ഹല്ലേലൂയ. പർവ്വതത്തിന്റെ താഴ്വരകളിൽ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ 3.5 വർഷക്കാലം യേശു തികച്ചെടുത്തു. എന്നാൽ ദൈവം നിയമിച്ചാക്കിയ സമയം വന്നപ്പോൾ അവൻ പർവ്വതത്തിന്റെ താഴ്വരകളിലല്ല, ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി. ഇതാ ലോകത്തിന്റെ കുഞ്ഞാട്, പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് എന്നുള്ള ശുശ്രൂഷ താൻ നിവർത്തിക്കുവാൻ കയറിപ്പോയി. पहाड़ की ढलान में यीशु मसीह के अंदर महिमा थी। പർവ്വതത്തിന്റെ താഴ്വരകളില് യേശുവിൽ ആ മഹത്വം വ്യാപരിച്ചു. पहाड़ शरीर था, ആ പർവ്വതം എന്ന് പറയുന്നത് अंदर ശരീരം. परमेश्वर की महिमा थी। അവിടെ ദൈവത്തിന്റെ മഹത്വം पर वही ഉള്ളിലാണ്. यीशु मसीह എന്നാൽ അതേ യേശു, जब पिता की मर्जी को, എന്നാൽ പിതാവിന്റെ ഹിതം जिसके लिए അതിനു വേണ്ടി यूहन्ना ने कहा था യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ये अंधे को देखने के लिए, दृष्टि देने के लिए ही नहीं है, ഇത് കുരുടന് കാഴ്ച കൊടുക്കുന്നവൻ ये लंगड़ों को മാത്രമല്ല, चलाने के लिए ही नहीं है, ഇത് മുടന്തരെ ये मरे हुए को നടത്തുന്നവൻ जिंदा മാത്രമല്ല, करने के लिए नहीं है। മരിച്ചവരെ ഉയർപ്പിച്ചവൻ पर इसकी മാത്രമല്ല, सही पहचान है, ഇവന്റെ ശരിക്കുള്ള ये പരിചയം, परमेश्वर का मेमना है, ഓ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടത്രേ. ये परमेश्वर का मेमना है। ഇത് ദൈവത്തിന്റെ കുഞ്ഞാട്. और जब उसका मेमना बनने का समय आया, എന്നാൽ താൻ ഒരു കുഞ്ഞാടാകേണ്ടിയ സമയം വന്നപ്പോൾ पहाड़ की ढलान से वो पर्वत की ऊंचाई पर चढ़ गया। പർവ്വതത്തിന്റെ താഴ്വരകളിൽ നിന്നും മുകളിലേക്ക് താൻ സഞ്ചരിച്ചു കയറി. हालेलुया। ഹല്ലേലൂയ. कितने लोग चाहते हैं कि प्रभु जब महिमा में आए, ആമേൻ. എത്ര പേര് ആഗ്രഹിക്കുന്നു യേശു മഹത്വത്തിൽ വെളിപ്പെടുമ്പോൾ? मैं आपको सत्य कहना चाहता हूं, ഞാനൊരു സത്യം പറയട്ടെ, जब अब प्रभु आएगा, ഇനിയും കർത്താവ് വരുമ്പോൾ वो प्रभु नहीं आएंगे जो पहाड़ की ढलान में थे। ആ പർവ്വതത്തിന്റെ താഴ്വരകളിൽ നമുക്ക് പരിചയമുള്ള യേശു അല്ല ഇനി രണ്ടാമത് വരാൻ പോകുന്നത്. पर वो यीशु आएंगे എന്നാൽ ഏത് യേശുവാ? जो पहाड़ की ऊंचाई पर थे। എന്നാൽ പർവ്വതത്തിന്റെ മുകളിൽ വെളിപ്പെട്ട യേശു. चर्च, സഭയെ, हमें पहाड़ की ढलान से पहाड़ की ऊंचाई पर चढ़ना है। പർവ്വതത്തിന്റെ താഴ്വരകളിൽ നിന്ന് പർവ്വതത്തിന്റെ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കണം. क्योंकि वचन कहता है വചനം പറയുകയാണ്, अब जब वो आएगा ഇനി യേശു വരുമ്പോൾ उस जमीन पर नहीं आएगा, ഈ ഭൂമിയിലല്ല, वो पर्वत पर आएगा। എന്നാൽ പർവ്വതത്തിലേക്ക് വരുന്നു. और कलीसिया को पर्वत की ऊंचाई में जाना होगा। ഇതാ ഈ സഭാ പർവ്വതത്തിലേക്ക് മഹത്വത്തിലേക്ക് ഉയരുകയാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ.
യോഹന്നാൻ ने जिस सत्य को कहा था, ഏത് സത്യമാണോ യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, अब यीशु मसीह के जीवन के आगे पर्वत की ऊंचाई में फिर से प्रकट किया जा रहा है। വീണ്ടും പർവ്വതത്തിന്റെ മുകളിൽ യേശുവിലേക്ക് അത് വീണ്ടും വെളിപ്പെടുകയാണ്. और वचन कहता है, വചനം പറയുകയാണ്, जब वो पहाड़ से उतरा, പർവ്വതത്തിൽ നിന്നും താഴോട്ട് अब वो സഞ്ചരിച്ചു. मुर्दों को जिंदा करने की बात नहीं करता, അന്നേരം ഇതാ മരിച്ചവരെ ഉയർപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്, अब वो किसी चमत्कार के बारे में बात नहीं करता, അത്ഭുതത്തിന്റെ കാര്യമല്ല പറയുന്നത്. पर वो कहने लगा, എന്നാൽ പറയാൻ തുടങ്ങി, मुझे पिता की मर्जी को पूरा करना, എനിക്ക് പിതാവിന്റെ ഹിതം നിവർത്തിക്കണം, अब मुझे मरना होगा, ഇനി എനിക്ക് മരിക്കണം, अब मुझे मरना होगा। ഇതാ ഞാൻ മരിക്കാൻ പോകും. यही मेरे लिए पिता की योजना है। ഇതാണ് എൻ പിതാവിന് എന്നെ കുറിച്ചുള്ള 3.5 साल तक, 3.5 വർഷക്കാലം, एक लंबे समय तक ഒരു നീണ്ട കാലം मैंने मुर्दों को जिंदा किया, ഞാൻ മരിച്ചവരെ पर अब ഉയർപ്പിച്ചു. समय आया है ഇതാ സമയം വന്നിരിക്കുന്നു, मुझे उस महिमा को प्रकट करने के लिए ആ മഹത്വം ഒന്ന് പ്രകടമാക്കുവാൻ यीशु मसीह को भी अपने जीवन में अपने आप को महिमा में बदलना था। യേശുവിനും തന്റെ ജീവിതം മഹത്വമായി തീരേണ്ടതിന് ചിലതിലൂടെ കടന്നു जब പോകേണ്ടതായിട്ടുണ്ടായി. महिमा अंदर होती है, മഹത്വം ഉള്ളിലുള്ളപ്പോൾ शब्द से मुर्दे जिंदा होते हैं, വാക്കുകൾ പറയുമ്പോൾ മരിച്ചവർ ജീവിക്കും. पर जब वो महिमा अंदर से बाहर आती है, എന്നാൽ മഹത്വം ഉള്ളിൽ നിന്നും പുറത്ത് तो പ്രകടമാകുമ്പോൾ वो हमें मारने की बात बोलती है, അന്നേരം നാം ഇല്ലാതാകുന്നതിനെ हमारे एग्जिस्टेंस को खत्म कर देती है। നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കൊണ്ട് और അവസാനിക്കും. मैं आपको कहना चाहता हूँ, ഞാൻ ഒരു കാര്യം പറയട്ടെ, परमेश्वर वहां क्रिएशन कर सकते हैं जहां शून्य है। ഒന്നുമില്ലാത്തടത്തുനിന്ന് ഉള്ളതുപോലെ ചിലതിനെ വിളിച്ചു വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. परमेश्वर को अगर अपनी मर्जी के अनुसार किसी बात को रचना है तो उसको शून्यता चाहिए। ദൈവത്തിന് തന്റെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തെടുക്കണമെങ്കിൽ ശൂന്യമായതിനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. अपने हाथ उठाकर कहें, കരങ്ങൾ ഉയർത്തി പറയുമോ, मुझे अपनी पहचान को छोड़ना होगा, എനിക്ക് എന്റെ പരിചയം വിട്ടേലേ മതിയാവൂ. मेरी पहचान को, എന്റെ പരിചയം मेरे വിട്ടേലേ, आकार को എന്റെ രൂപം ഭാവം मुझे छोड़ना पड़ेगा। എനിക്ക് വിട്ടേലേ പറ്റൂ. हालेलुया, ഹല്ലേലൂയ, हालेलुया। ഹല്ലേലൂയ. तैयार हैं? റെഡിയാണോ? तैयार हैं? റെഡിയാണോ? आप अपने व्यक्तिगत जीवन में उस सत्य को जाने, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ സത്യം തിരിച്ചറിയണം. परमेश्वर वो है ആരാണ് ദൈവം? जो परमेश्वर की पहचान में पाया जाता है। ദൈവത്തിന്റെ പരിചയത്തിൽ അറിയപ്പെടുന്നവൻ. न जाने कितने समयों से परमेश्वर परमेश्वर ही थे, എത്രയോ കാലം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് വെളിപ്പെടുത്തി. पर मैं एक सत्य कहना चाहता हूँ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, उस परमेश्वर को एक नाम और एक पहचान पाने के लिए अपनी स्वरूपता और अपनी समानता में मनुष्य की रचना करनी पड़ी। എന്നാൽ ദൈവം എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും തന്നെ താൻ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവം അവനെ जब आप സൃഷ്ടിച്ചു. जेनेसिस फर्स्ट चैप्टर को पढ़ेंगे, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം परमेश्वर ने कहा, എന്താണ് പറഞ്ഞത്? परमेश्वर ने कहा, എന്താണ് പറഞ്ഞത്? परमेश्वर ने कहा, ദൈവം പറഞ്ഞു, परमेश्वर कहते गए, ദൈവം പറഞ്ഞുകൊണ്ടിരുന്നു, वो सृष्टि होते गए, ഓരോ കാര്യം സൃഷ്ടിക്കപ്പെട്ടു. पर എന്നാൽ जब परमेश्वर എപ്പോൾ ദൈവം मनुष्य की रचना की, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ओ वो बहुत अद्भुत था। അത് ഭയങ്കര അത്ഭുതമായിരുന്നു. हम शब्द की रचना नहीं है, നമ്മൾ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരല്ല. परमेश्वर जब बोले ദൈവം പറഞ്ഞപ്പോൾ समुद्र में जिसे सृष्टि में लाना है, സമുദ്രത്തിൽ നിന്നും ചിലത് സൃഷ്ടിച്ചു വരണം. उसका सोर्स समुद्र था। അതിന്റെ സോഴ്സ് സമുദ്രമായിരുന്നു. हवा में किसी को रचना है तो हवा या आकाश उसका सोर्स था। എന്നാൽ വായുവിൽ നിന്നും ചിലതിനെ ദൈവം വിളിച്ചു വരുത്തി. അതിന്റെ സ്രോതസ് വായുവായിരുന്നു. जमीन में कुछ उगाना है तो जमीन उसका सोर्स था। ഭൂമിയിൽ നിന്ന് ചിലത് വിളിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ ഭൂമി അതിന്റെ സ്രോതസ്സായിരുന്നു. पर जब परमेश्वर हमें बनाना चाहता है, എന്നാൽ उसने മനുഷ്യൻ- सृष्टि को सोर्स नहीं बनाया, हमारा सोर्स सृष्टिकर्ता खुद है। എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ വേറെ ഒന്നിനെയും ദൈവം ആശ്രയിച്ചില്ല. തന്നിൽ നിന്ന് തന്നെ ദൈവം നമ്മെ സൃഷ്ടിച്ചു. हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया। ആമേൻ. 5 दिन परमेश्वर ने सृष्टि बनाए,
ദൈവം 5 ദിവസം സൃഷ്ടിച്ചു. 6वें दिन उसने अपनी स्वरूपता और समानता में मनुष्य को बनाया. 6ാമത്തെ ദിവസം മനുഷ്യനെ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. परमेश्वर ने दूसरे दिन विश्राम को नहीं ठहराया. 2ാമത്തെ ദിവസം വിശ്രമിച്ചില്ല. तीसरे दिन को भी नहीं ठहराया. 3ാം ദിവസം വിശ്രമിച്ചില്ല. जो भी क्रिएशन हुआ, എന്ത് സൃഷ്ടിച്ചുവോ परमेश्वर देखता था, അതിനെ നോക്കി कहता था പറഞ്ഞു, ये बहुत अच्छा है, ഇത് വളരെ ये നല്ലത്. बहुत अच्छा है. ഇത് വളരെ पर उसको നല്ലത്. विश्राम नहीं मिला, എന്നിട്ടും ഒരു उसको आराम സ്വസ്ഥതയില്ല. नहीं मिला, സ്വസ്ഥത उसको വന്നില്ല. शांति नहीं मिली. സമാധാനം पर വന്നില്ല. जब उसने, जिस എന്നാൽ दिन उसने ഏത് ദിവസം मनुष्य की रचना की, മനുഷ്യനെ अपनी സൃഷ്ടിച്ചു, स्वरूपता में, തന്റെ अपनी സ്വരൂപത്തിൽ, समानता में, തന്റെ उसे സാദൃശ്യത്തിൽ शांति मिली. ദൈവം സ്വസ്ഥതയിലെ उसने विश्राम को महसूस किया. ദൈവത്തിന് സ്വസ്ഥത അനുഭവപ്പെട്ടു. We are the source. നാമാണ് അതിന്റെ സ്രോതസ്സ്. हम परमेश्वर को विश्राम देने का सोर्स है. ദൈവത്തെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന സ്രോതസ്സാണ് മനുഷ്യൻ. सृष्टि परमेश्वर के लिए केवल रचना है, ഈ സൃഷ്ടിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ രചന पर മാത്രമാണ്. हमारे लिए सोर्स परमेश्वर है और परमेश्वर के लिए अनुभव पाने के लिए हम सोर्स है. എന്നാൽ നമ്മുടെ സ്രോതസ്സ് ദൈവവും ദൈവത്തിന് ചിലത് പ്രകടമാക്കാൻ സ്രോതസ്സ് നമ്മളും. स्वर्गदूतों के कारण परमेश्वर बहुत सी बातों को अपने जीवन में अनुभव नहीं कर सकता. സ്വർഗദൂതന്മാർ മുഖാന്തരം പലതും തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ദൈവത്തിന് സാധ്യമല്ല. स्वर्गदूत सामर्थी है, സ്വർഗദൂതന്മാർ ശക്തിയുള്ളവരാണ്. वो पवित्र है, അവര് वे പരിശുദ്ധമാണ്. अद्भुत काम कर सकते അവർ हैं. അത്ഭുതങ്ങൾ ചെയ്യുന്നവരാണ്. पर परमेश्वर को वो अनुभव नहीं दे सकते जिसके लिए उसने हमें रचा है. എന്നാൽ എന്തിനു വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചുവോ ആ അനുഭവം ഒരു സ്വർഗദൂതന് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയത്തില്ല. हाथ उठाकर कहे, मैं स्वर्गदूतों से ഞാൻ സ്വർഗദൂതന്മാരെ കാട്ടിലും कुछ विशेष हूं. ഞാൻ അതിലും വിലയേറിയ. जितने लोग स्वर्गदूतों को देखना चाहता है, मैं कहना चाहता हूं, എത്ര പേര് छोड़ ദൂതന്മാരെ दीजिए. കാണാൻ ആഗ്രഹിക്കുന്നു? ഞാൻ പറയാ, വിട്ടുകളാ. स्वर्गदूत आपको देखने के लिए तरस रहे हैं. ദൂതന്മാര് നിന്നെ കാണാൻ കൊതിച്ചിരിക്കുക. स्वर्गदूत हमारे देखने के लिए नहीं है. ദൂതന്മാരെ കാണാൻ വേണ്ടി അല്ല ദൈവം നമ്മെ एक വിളിക്കുന്നത്. व्यक्ति जब परमेश्वर के स्वभाव को अपने जीवन में, उसके शब्द को मानते हुए अपने जीवन को तैयार करता है, परमेश्वर स्वर्ग में जो अनुभव करता है, सारे स्वर्गदूत परमेश्वर को देखकर नीचे झांकते हैं. कौन वो व्यक्ति है जिसके कारण परमेश्वर उस बात को अनुभव करता है? ആമേൻ. ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വചനം ഏറ്റെടുക്കുമ്പോൾ, അതേ ഹല്ലേലൂയ. സാദൃശ്യത്തിലേക്ക് രൂപാന്തരപ്പെടുമ്പോൾ, ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, സ്വർഗത്തിലേറെ ആനന്ദം കൊണ്ട് തുള്ളി ഭൂമിയിലേക്ക് ദൂതന്മാര് നോക്കും. അയ്യോ, ഇതാരാ ഈ ദൈവത്തിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിച്ച് തുള്ളിച്ചാടുന്ന അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന ഈ മനുഷ്യൻ ആരാ? अब तक उसने हमें शांति दिया. ഇതുവരെ ദൈവം നമുക്ക് സമാധാനം തന്നു. अपना हाथ उठाकर कहे, കരമുയർത്തി പറയും, समय आ चुका है. സമയം വന്നു കർത്താവേ. अपनी पहचान के द्वारा എന്റെ പരിചയം हम പ്രകടമാക്കുന്നതിലൂടെ उसको शांति का अनुभव दें. കർത്താവേ, അങ്ങേക്ക് സ്വസ്ഥത വരുത്തുന്നവരായി ഞങ്ങളായി തീരാൻ പോകുകയാണ്. Holy Lord, ये रबाना शांदना. कितने लोग जानते हैं आप कितने महत्वपूर्ण हैं? നിങ്ങൾ എത്ര आप വലിയ, परमेश्वर की दृष्टि में कितने कीमती हैं. നിങ്ങൾ കർത്താവിന്റെ കണ്ണിൽ എത്രയോ. बहने, आपके घर में आपका क्या पहचान है, उसे छोड़ दीजिए. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ പരിചയം നിങ്ങൾ അങ്ങ് വിട്ടുകളാ. प्रभु के दासों, आपकी पहचान आपके स्थान में क्या है, उसे छोड़ दीजिए. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അങ്ങ് മറക്ക. आप प्रभु के लिए कितने बहुमूल्य हैं, उस पहचान को पाकर अपने आप को आत्मिक संसार में उठाइए. നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലെ എത്രയോ വിലയേറിയതെന്ന് കണ്ട് മനസ്സിലാക്കി ആ ഉയരങ്ങളിലേക്കൊന്ന് കയറുമോ? यूसुफ ने दर्शन को पाया, യോസേഫിന് ദർശനം ലഭിച്ചു. उसके जीवन को जितना गिराया गया, എത്ര മാത്രം അവന്റെ ജീവിതത്തെ താഴോട്ട് താത്തിയോ. पर यूसुफ कहता है, जो परमेश्वर ने मुझे दिखाया है, ठहराया है, वही मेरी पहचान है. യോസേഫ് പറഞ്ഞു, ദൈവം കാണിച്ച സ്വപ്നമോ ദർശനമോ എന്താണോ അതാണ് ഞാൻ. तुम मुझे बदनाम करो, तुम मुझे गड्ढे में डालो, तुम मुझे जेल खाने में डालो, आमीन. तुम्हें जो करना है करो. करो. परमेश्वर ने मुझे जहाँ ठहराया है वहाँ हालेलुया. पहुँचने से मुझे कोई नहीं रोक सकता. आमीन. मैं वो आत्मिक योद्धा हूँ. ആമേൻ. നീ എന്നെ പൊട്ടക്കിണറ്റിലിട്ടാലും എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു
പരത്തിയാലും എന്നെ നീ കാരാഗ്രഹത്തിൽ അടച്ചാലും എന്റെ ദൈവം എന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ. जो भी होना है बाहर होने दो, എന്ത് സംഭവിക്കണമോ അത് സംഭവിക്കട്ടെ. പുറത്ത് मैं अपनी पहचान में उठाया जाऊं. ഞാൻ എന്റെ പരിചയത്തിൽ ഉയരുകയാണ്. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. यीशु मसीह के जीवन के लिए यूहन्ना ने जब उस सत्य को कहा, യേശുവിന്റെ ജീവിതത്തെക്കുറിച്ച് യോഹന്നാൻ പരിചയം വെളിപ്പെടുത്തിയപ്പോൾ तो परमेश्वर का वचन उस बात को कहता है ദൈവത്തിന്റെ വചനം ആ കാര്യം പറയുക. कि परमेश्वर के योजना में यूहन्ना ने जिस बात को कहा, स्वर्ग उसके लिए खुला. സ്വർഗം യോഹന്നാൻ പറഞ്ഞ സാക്ഷ്യത്തിന്റെ മുൻപിൽ യേശുവിന്റെ മുകളിൽ തുറക്കുകയാണ്. मैं आपको सत्य कहना चाहता हूं, ഞാനൊരു സത്യം വിളിച്ചു പറയാം. आप अपनी योग्यता में बहुत फास्टिंग किए होंगे. നിങ്ങളുടേതായിട്ടുള്ള യോഗ്യതയിൽ ഒരുപാട് ഉപവസിച്ചു കാണും. मैंने भी किया है, ഞാനും ചെയ്തതാണ്. मैंने सालों साल किया है. വർഷങ്ങളോളം ഞാൻ मैं अपनी ചെയ്തതാണ്. बड़ाई करने के लिए नहीं कहता हूं, ഞാൻ എന്റെ വലിപ്പം പറയാൻ പറയല്ല. पर जब परमेश्वर की आत्मा की अगुवाई में आप फास्टिंग शुरू करोगे तो എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നിങ്ങൾ ഉപവാസം തുടങ്ങുമ്പോൾ परमेश्वर की योजना के अनुसार आत्मिक संसार आपको जानने और पहचानने लगेगा. അന്നേരം ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ആത്മമണ്ഡലം നിങ്ങളുടെ ഒറിജിനൽ പരിചയത്തെ തിരിച്ചറിയും. हालेलुया, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. जब यीशु आत्मा के चलाई चलने लगा യേശു പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുവാൻ और തുടങ്ങി. वचन ऐसा कहता है, വചനം പറയുകയാണ് यीशु ने अपने जीवन में जिस बात को अनुभव किया, യേശു തന്റെ ജീവിതത്തിൽ എന്താണോ അനുഭവിച്ചത് तो स्वर्गदूत उसके पास नहीं आए. ദൂതനവന്റെ അടുക്കൽ വന്നില്ല. कोई आत्मिक संसार से परमेश्वर की योजना में उसके पास नहीं आए. ആത്മമണ്ഡലത്തിൽ നിന്നും ആരും യേശുവിന്റെ അടുക്കൽ അന്നേരം पर വന്നില്ല. वचन कहता है, വചനം പറയുന്നു इस दुनिया का सरदार उसके पास എന്നാൽ आया. ഈ ലോകത്തിന്റെ പ്രഭു അവനെ തപ്പി വന്നു. पर मैं कहना चाहता हूँ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, उसने जब यीशु से बात किया, യേശുവിനോട് താൻ വർത്തമാനം तो പറഞ്ഞപ്പോൾ यीशु मसीह के बारे में कही गई भविष्यवाणी की पहचान को नहीं लिया. ആ സമയത്ത് യേശു തന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങളല്ല പരിചയപ്പെടുത്തിയത്. पर आकाशवाणी के समय में पिता ने जो कहा उस पहचान को लेकर कहा, अगर तू परमेश्वर का पुत्र है तो. ഓർക്കണം, പിശാച് യേശുവിനോട് വർത്തമാനം പറയാൻ വന്നപ്പോൾ തന്നെ കുറിച്ച് പറഞ്ഞ പ്രവചനങ്ങൾ വെച്ചിട്ടല്ല പറഞ്ഞത്. കുറച്ചു മുൻപ് സ്വർഗം തുറന്ന് കേട്ട വചനം, നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് തന്റെ ഉള്ളിലിട്ടത്. दुष्ट उसे चंगा करने वाले के रूप में नहीं जानता. സൗഖ്യമാക്കുന്നവനായിട്ട് പിശാചിന് യേശുവിനെ അറിയത്തില്ല. वो चिन्ह चमत्कार करने वाले के रूप में नहीं जानता. അത്ഭുതം അടയാളം ചെയ്യുന്ന ആളായിട്ട് യേശുവിനെ പിശാചിന് പരിചയമില്ല. दुष्ट यीशु को पिता ने जो कहा है उसी पहचान में जानता है. പിതാവ് എന്താണോ തന്നെ കുറിച്ച് വിളിച്ചു പറഞ്ഞത് ആ പരിചയത്തിലാണ് ആത്മമണ്ഡലം പിശാച് പോലും യേശുവിനെ തിരിച്ചറിയുന്നത്. जिस दिन आपको परमेश्वर ने जो पहचान दी है उस पहचान में आप रहेंगे, शैतान आपके पैरों के तले होगा. ആമേൻ. സ്വർഗം നിങ്ങൾക്ക് തരുന്ന പരിചയത്തിലും പേരിലും എന്ന് നിങ്ങൾ എഴുന്നേൽക്കുന്നുവോ അന്ന് പിശാച് ദുഷ്ടന്റെ മണ്ഡലം നിങ്ങളുടെ കാൽ കീഴായി വരും. यीशु ने एक बार उसे कुचल दिया യേശു ഒരു പ്രാവശ്യം അവനെ ചവിട്ടി. और जो उसकी पहचान थी, എന്തായിരുന്നു തന്റെ പരിചയം? जो उसने अधिकार ले लिया था, എന്ത് അധികാരമാണോ താൻ തട്ടിയെടുത്തത്, जब तक आप उसको कुचलोगे नहीं, ഏത് സമയം വരെ നിന്റെ കാൽ കീഴിൽ അവനെ ചവിട്ടത്തില്ല, तब तक आपका जो अधिकार है वो आपको वापस नहीं मिलेगा. ആ സമയം വരെ നിന്റെ അധികാരത്തെ തിരിച്ചു മേടിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. यीशु ने उसे कुचला യേശു അവനെ ചവിട്ടി മെതിച്ചു. और जो अधिकार उसके पास था उसे छीन लिया. തന്റെ അടുത്തുണ്ടായിരുന്ന അധികാരത്തെ മേടിച്ചു. हालेलुया, ഹല്ലേലൂയ, प्रेज द लॉर्ड. പ്രൈസ് ദി ലോർഡ്. आज आपके व्यक्तिगत जीवन में आत्मिक पहचान क्या है? ഇന്ന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ആത്മീയ പരിചയം प्रभु എന്താണ്? के दासों, ദൈവത്തിന്റെ यीशु ദാസന്മാരെ, के नाम से दुष्ट आत्माएं भागेगी. യേശുവിന്റെ നാമം കൊണ്ട് ഭൂതന്മാരും ഓടും. यीशु के नाम से बीमार चंगे होंगे. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകും. अद्भुत चिन्ह चमत्कार होंगे. അത്ഭുതങ്ങളും അടയാളങ്ങളും यीशु ने अपने നടക്കും. नाम का अधिकार उन्हें दिया था. യേശുവിന്റെ നാമത്തിലുള്ള അധികാരം അതാണ്. पर जब उनको कहा എന്നാൽ അവരോട് अब പറഞ്ഞു, समय आया है, ഇതാ സമയം अब വന്നു, समय आया സമയം है, വന്നു. मैं कलवरी के क्रूस के ऊपर अपने आप को
शून्य किया। ഞാൻ കാൽവരി ക്രൂശിലെ എന്നെ തന്നെ ഒഴിച്ചു കളയുവാൻ കയറുകയാണ്. तुमको कलवरी के क्रूस पर जाने की जरूरत नहीं है, നിനക്ക് കാൽവരി ക്രൂശിൽ പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. पर तुम 120 के 120 उपरोक्ति कोठरी में चले जाओ। എന്നാൽ നിങ്ങൾ 120 പേര് മാളിക മുറിയിൽ പോണം. और उपरोक्ति कोठरी में जब 120 लोग एक साथ इकट्ठे थे, 120 പേര് മാളിക മുറിയിൽ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ वहां पौलुस की अपनी पत्रस की अपनी कोई पहचान नहीं थी, അവിടെ പത്രോസിന് ഒരു പരിചയവും यूहन्ना की कोई पहचान नहीं थी, യോഹന്നാൻ ഒരു അഡ്രസ്സും ഇല്ല. वहां किसी भी प्रभु के 12 प्रेरितों की कोई पहचान नहीं അവിടെ थी। 12 ശിഷ്യന്മാർക്ക് അവരെ കുറിച്ച് പരിചയപ്പെട്ടു. 120 के 120 लोगों में कोई महान नहीं था, कोई छोटा नहीं था। जब सब एक समान हो गए, वे अपने आप में जब मरे, तब अब उनके जीवन में नाम वाला अधिकार नहीं, पर आमीन। पहचान वाला अधिकार था। ഹല്ലേലൂയ. ആ 120 പേര് അവർ ഒന്നായി തീർന്നപ്പോൾ, പരിചയങ്ങൾ ഇല്ലാതെയായി തീർന്നപ്പോൾ, ശൂന്യമായി മാറിയപ്പോൾ, ഐക്യതയിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ, അവിടെ പിന്നെ യേശുവിന്റെ നാമത്തിന്റെ കൂട്ടത്തിൽ ഇവരുടെ ഓരോരുടെയും നാമത്തിൽ എന്ത് പരിചയമാണോ സ്വർഗത്തിലുള്ളത്, അത് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. यीशु के नाम का अधिकार पाकर उन्होंने बहुत से आश्चर्य कर्म को किया, യേശുവിന്റെ നാമത്തിലുള്ള അധികാരം വെച്ച് അവർ പലതും ചെയ്തു. पर जब पवित्र आत्मा की अगुवाई में वो उपरोक्ति कोठरी से उतरे, എന്നാൽ മാളിക മുറിയിൽ നിന്നും അവർ താഴേക്ക് ഇറങ്ങിയപ്പോൾ तब उन्होंने कहा, അന്നേരം അവർ പറഞ്ഞു, जो तुम्हें चाहिए वो हमारे पास नहीं है, നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അത് ഞങ്ങളുടെ കയ്യിലില്ല. सोना हमारे पास नहीं है, സ്വർണമില്ല, चांदी हमारे पास नहीं, വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല. पर जो हमारे पास है, എന്നാൽ ഞങ്ങളുടെ കയ്യിലുള്ളത്, जो हमारे पास है, ഞങ്ങളുടെ കയ്യിലുള്ളത് पहले दिया गया था, ആദ്യം തന്നതാണ്. पहले दिया गया था, ആദ്യം തന്നതാണ്. दिए गए के आधार से ഈ തന്നതിന്റെ വെളിച്ചത്തിൽ उन्होंने बहुत से आश्चर्य कर्मों को किया, അവര് പല കാര്യങ്ങൾ पर ചെയ്തതാണ്. अब എന്നാൽ ഇനി दिए गए नाम के अधिकार से नहीं, ആ പേര് തന്നത് വെച്ച് മാത്രമല്ല, पर प्राप्त किए हुए अधिकार से उन्होंने कहा, जो हमारे पास है उस नाम से उठ और खड़ा हो जा। ആമേൻ. എന്നാൽ പ്രാപിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞു. और वचन ऐसा कहता है, വചനം പറയുകയാണ്, जब वो पहचान वाले अधिकार में आप खड़े होंगे, ആ പരിചയം എന്നുള്ള കാര്യത്തിന്റെ അധികാരത്തിൽ നിങ്ങൾ എഴുന്നേക്കും. आपके जीवन के लिए जो लक्ष्य है, നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, प्रभु के प्रेरित लोग प्रभु के भवन में जा रहे थे, ദൈവത്തിന്റെ അപ്പോസ്തലന്മാരെ ഭവനത്തിലേക്ക് ये പോകുക. चंगा होकर अपने घर नहीं गया, ഇവൻ സൗഖ്യമായിട്ട് തിരിച്ചു വീട്ടിൽ പോയില്ല. ये चंगा होकर लोगों के बीच में गवाही देने नहीं गया, ഇവൻ അവിടെ സൗഖ്യമായിട്ട് ആൾക്കാർക്ക് സാക്ഷ്യം പറയാൻ പോയില്ല. पर प्रभु के प्रेरित लोगों के जीवन के लिए जो लक्ष्य था, वो वहां से उठ खड़ा होकर वो भी उनके साथ वहां पहुंच गया जहां उनके लिए था। എന്നാൽ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ അവനും ദൈവിക പദ്ധതികളിലേക്ക് മുന്നേറുകയാണ്. चंगाई लक्ष्य नहीं है, ഇതാ സൗഖ്യമാകുന്നത് നമ്മുടെ हम ലക്ഷ്യമാണ്. जहां हैं, നാം എവിടെയാണ്? हमें परमेश्वर ने जहां ठहराया है, നമ്മെ ദൈവം എവിടെയാണോ सब നിർത്തിയിരിക്കുന്നത്, लोग वहां रहे। എല്ലാവരും അവിടെ തന്നെ നിൽക്കണം. मोसेस को परमेश्वर ने साफ शब्दों में कहा, മോശയോട് ദൈവം വ്യക്തമായ मोसेस, മോശേ, आज तू परमेश्वर के पर्वत पर है, ഇന്ന് നീ ദൈവത്തിന്റെ പർവ്വതത്തിലാണ്. पर ये तेरे लिए प्रमाण होगा എന്നാൽ ഇത് നിനക്ക് വേണ്ടി ഒരു പ്രമാണമാകും. कि मैंने तुझे भेजा है, ഞാനാണ് നിന്നെ मैंने അയച്ചത്. तुझे ठहराया है, ഇതൊരു അടയാളമാണ്. मैंने तुझे मेरी योजना में चुना है, ഞാനാണ് എന്റെ പദ്ധതികൾക്ക് വേണ്ടി इसका നിന്നെ प्रमाण തിരഞ്ഞെടുത്തത്. होगा। ഇത് ഒരു അടയാളമാണ്. इजरायली निकलेंगे वो नहीं, ഇസ്രായേൽ മക്കൾ गुलामी വിടുവിക്കപ്പെടുമെന്നുള്ളതല്ല, से आजाद होंगे वो भी नहीं, അവർ അടിമത്തത്തിൽ നിന്ന് पर വിടുവിക്കപ്പെടുമെന്നുള്ളതല്ല. इसका प्रमाण ये होगा, എന്നാൽ ഇതിന്റെ जिस അടയാളം परमेश्वर के पर्वत पर तुम हो, ഏത് പർവ്വതത്തിലാണോ നീ जहां तुम ആയിരിക്കുന്നത്, मेरे सामने आमने सामने बात करते हो, എവിടെ നീ എന്നോട് മുഖാമുഖം സംസാരിക്കുമോ, सारे इजरायली उसी परमेश्वर के पर्वत पर होंगे। എല്ലാ ഇസ്രായേൽ മക്കളും അതേ പർവ്വതത്തിലേക്ക് കയറി വരും. प्रभु के दासों, ദൈവത്തിന്റെ ദാസന്മാരെ, परमेश्वर का आत्मा हमें कहना है, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, हम किस आत्मिक ऊंचाई में हैं वो हमारे जीवन का प्रमाण नहीं है, നാം ഏത് ആത്മീക ഉയർച്ചയിലാണോ അത് നമ്മുടെ ജീവിതത്തിന് ഒരു അടയാളമല്ല. पर आपकी कलीसिया का हर एक सदस्य उस अभिषेक में, उस आत्मिकता में, उस ऊंचाई में, उस योग्यता में जब पाया जाता है, प्रमाण है परमेश्वर ने आपको चुना है, ठहराया है और परमेश्वर आपके साथ खड़ा है। എന്നാൽ ദൈവം നിനക്ക് തന്നതും നിന്റെ കൂട്ടത്തിലുള്ളവരെ എല്ലാവരെയും ആ ഉയരങ്ങളിലേക്ക് കയറ്റാൻ പറ്റുമ്പോൾ അത് ദൈവം നിനക്ക് തന്നിരിക്കുന്ന പരിചയത്തിന്റെ അടയാളമാണ്. परमेश्वर को महिमा दे। ദൈവത്തിന് മഹത്വം കൊടുക്കാം. समय समाप्त हो चुका है, ഹല്ലേലൂയ.
प्रभु हमारे व्यक्तिगत जीवन में कुछ अद्भुत करना चाहता है। ദൈവം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില അത്ഭുതം आज के बाद आप अपने व्यक्तिगत आत्मिक ऊंचाई को ना देखें। आज के बाद നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വ്യക്തിപരമായി തന്നിരിക്കുന്ന കാര്യത്തിൽ कल നോക്കണം. परमेश्वर ने मेरे जीवन में प्रमाण दिया। ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അടയാളം തന്നു. प्रभु ने मेरी पहली बार जब मैंने किसी के लिए प्रार्थना की तो सिर दर्द को ठीक नहीं किया। ഞാൻ ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഒരു തലവേദന മാറി എന്നല്ല, पर जिसको डॉक्टर्स ने कहा था ये ज्यादा से ज्यादा 2 से 3 दिन जिंदा रहेगी, जिसको ब्लड कैंसर था, उसी को परमेश्वर ने केवल 7 दिन में नॉर्मल रिपोर्ट से हॉस्पिटल से बाहर। ഹല്ലേലൂയ ഹല്ലേലൂയ. 2-3 നാളുകൾക്ക് ശേഷം മരണത്തിനിരയായി തീരുമെന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വെറും 7 ദിവസം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് സൗഖ്യമായി എന്നുള്ള റിപ്പോർട്ടുമായി പുറത്തിറങ്ങിയ സൗഖ്യത്തിന്റെ മേഖല ദൈവം തുറന്നു. अगर परमेश्वर मेरे साथ कर सकता है तो वो आपके साथ भी कर सकता है। അഥവാ എൻ്റെ ജീവിതത്തിൽ അത് ചെയ്തു എങ്കിൽ നിങ്ങളിലും അത് ചെയ്യുവാൻ आपके ദൈവം व्यक्तिगत जीवन को उस വിശ്വസ്തനാണ്. ऊंचाई में उठाएगा। നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആ वो ഉയരങ്ങളിലേക്ക് देखने का प्रयास ना കൊണ്ടുപോകും. करे जो संसार में हो रहा है। ലോകത്തിൽ നടക്കുന്നത് കാണുവാൻ ശ്രമിക്കരുതേ. वो करने का प्रयास ना करे जो ऑलरेडी हो रहा है। ഇപ്പോൾ നടക്കുന്നത് തന്നെ ചെയ്യുവാൻ ശ്രമിക്കരുതേ. ऊंची आवाज से हाथ उठा कर कहें, अब वो समय है। ഇപ്പോൾ ഇതാ प्रभु സമയം. वो करने जा रहा है। ദൈവം അത് ചെയ്യാൻ प्रभु പോകുകയാണ്. मुझसे वो कराने जा रहा है ദൈവം എന്നെ കൊണ്ട് അത് जो ചെയ്യിപ്പിക്കാൻ अब तक പോവാ. नहीं हुआ है, ഇതുവരെ अब तक समझ में नहीं आया है, ഇതുവരെ अब ആർക്കും तक दिखाई नहीं മനസ്സിലാകാത്തത്, दिया है, ആരും ഇതുവരെ अब കാണാത്തത്, तक हमारी सोच में नहीं है। ഇതുവരെ നമ്മുടെ ബുദ്ധിയുടെ प्रभु മണ്ഡലത്തിൽ वो വന്നിട്ടില്ല. करने जा रहा है। അതാണ് ദൈവം ചെയ്യാൻ പോകുന്നത്. ये 3 दिन ഈ 3 ദിവസം वो देखने का समय है അത് കാണാനുള്ള ദിവസമാണ്. जो मोसेस को देखना था। മോശ കാണാൻ ആഗ്രഹിച്ചത് जलती झाड़ी हर कोई देखता है। അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന മുൾപ്പടർപ്പ് ഒരുപക്ഷെ എല്ലാരും കാണുന്നുണ്ട്. मोसेस जलती झाड़ी देखने नहीं आया था। അവിടെ കത്തുന്ന മുൾപ്പടർപ്പ് കാണാനല്ല മോശ വന്നത്. मोसेस क्या देखने आया था? എന്താണ് മോശ കാണാൻ വന്നത്? ये झाड़ी ഈ ഒരു जल रही है ഇത് पर ये नाश क्यों नहीं हो रही പക്ഷേ है? ഇത് തീരാത്തതെന്ത്? वो देखने के लिए അത് കാണുവാൻ मोसेस की आंखें बदल चुकी थी। മോശയുടെ കണ്ണുകൾ മാറി हाथ രൂപാന്തരപ്പെട്ടു. उठा कर कहें, जो अब तक दिखता था ഇതുവരെ കണ്ടത് वो दिखाई देना बंद हो जाए। അത് കാണാൻ ഞാൻ അങ്ങ് കർത്താവേ अब समय അനുഗ്രഹിക്കട്ടെ. है